പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉണർവോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഈസ്റ്റർ കഴിഞ്ഞു, കരുണയുടെ തിരുനാൾ കഴിഞ്ഞു. നമ്മൾ പെന്തക്കോസ്ത തിരുനാളിന് ഒരുങ്ങുകയാണ്. ദൈവത്തിൻ്റെ അനന്തകാരുണ്യത്താൽ നമ്മുടെ പാപങ്ങളിൽ നിന്നെല്ലാം ദൈവം നമ്മളെ തൻ്റെ പ്രിയപുത്രൻ്റെ കുരിശുമരണത്തിൻ്റെയും പീഡാസഹനങ്ങളുടെ യോഗ്യതയാൽ നമ്മുടെ പാപങ്ങൾ ദൈവം നമ്മൾക്ക് ഇളച്ചു തന്നു. പാപങ്ങൾ ഇളച്ചു കിട്ടിക്കഴിഞ്ഞാൽ അടുത്തതായി നമ്മൾ ഒരുങ്ങേണ്ടത് പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ വേണ്ടിയാണ്. അപ്പോസ്തല പ്രവർത്തനം 1-ാമത്തെ അധ്യായം വചനം 8-ാമത്തെ വചനം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറൂസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ നൽകുന്നതിൻ്റെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുന്നതിൻ്റെ ആത്യന്തികമായ ഉദ്ദേശത്തെക്കുറിച്ച് ഇവിടെ തന്നെ കൃത്യമായി പറയുന്നുണ്ട്. അത് ക്രിസ്തുവിന് സാക്ഷ്യം നൽകാനുള്ളതാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജീവിതം നമ്മളൊന്ന് ആത്മശോധന ചെയ്യാം. എൻ്റെ ജീവിതം എത്രത്തോളം ക്രിസ്തുവിനെ ഏറ്റുപറയുവാൻ സഹായിക്കുന്നുണ്ട്? എൻ്റെ ജീവിതം വഴി ക്രിസ്തു എത്രമാത്രം പ്രഘോഷിക്കപ്പെടുന്നുണ്ട്? നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾ ശക്തി പ്രാപിക്കും, നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തെ നമ്മൾ ഒരിക്കൽ കൂടി ഒന്ന് ആത്മശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എത്രമാത്രം നമ്മളിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. പരിശുദ്ധാത്മാവാണ് നമ്മളിൽ ക്രിസ്തുവിനെ രൂപപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ പരിപൂർണതയിലേക്ക് നമ്മളെ നയിക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കണം. നമ്മുടെ ഈ പരിപൂർണതയിലേക്ക് നമ്മളെ നയിക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ നമുക്കത് സാധ്യമല്ല. കത്തോലിക്ക സഭ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 2013 ഖണ്ഡിക കാറ്റക്കിസം നമ്മളോട് പറയുന്നുണ്ട്, ഏത് അവസ്ഥയിലും ജീവിത വൃത്തിയിലുമുള്ള എല്ലാ ക്രൈസ്തവരും ക്രൈസ്തവ ജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്കും സ്നേഹത്തിൻ്റെ പരിപൂർണതയിലേക്കും വിളിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ സ്വർഗീയ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. എന്നിട്ട് സഭ നമ്മളെ പഠിപ്പിക്കുകയാണ്, ഈ പൂർണ്ണത പ്രാപിക്കാൻ ക്രിസ്തുവിൻ്റെ ദാനങ്ങളാൽ പ്രദാനം ചെയ്യപ്പെട്ട ശക്തി വിശ്വാസികൾ ഉപയോഗിക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും പിതാവിൻ്റെ ഇഷ്ടം പ്രവർത്തിച്ചു കൊണ്ട് ദൈവ മഹത്വത്തിനും അയൽക്കാരുടെ സേവനത്തിനുമായി അവർ തങ്ങളെ തന്നെ പൂർണ്ണ ഹൃദയത്തോടെ പ്രതിഷ്ഠിക്കണം. അങ്ങനെ സഭാ ചരിത്രത്തിൽ അനേകം വിശുദ്ധരുടെ ജീവിതത്തിൽ സുവ്യക്തമായി കാണിച്ചിട്ടുള്ളതുപോലെ ദൈവജനത്തിൻ്റെ വിശുദ്ധി
സമൃദ്ധമായ ഫലങ്ങൾ ചൂടി വളരും. അപ്പോൾ നമ്മളെല്ലാവരും ഈ പൂർണ്ണതയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ഏതവസ്ഥയിലും ജീവിത വൃത്തിയിലുമുള്ള എല്ലാ ക്രൈസ്തവരും ക്രൈസ്തവ ജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്കും സ്നേഹത്തിൻ്റെ പരിപൂർണതയിലേക്കും വിളിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ പൂർണ്ണത ലക്ഷ്യമാക്കി ജീവിക്കുന്നവരാണ് നമ്മൾ. നമ്മളെ ആ പൂർണ്ണതയിലേക്ക് നയിക്കുന്നത് നമുക്കറിയാം. നമ്മുടെ ആരുടെയും കഴിവ് കൊണ്ടോ ശക്തി കൊണ്ടോ നമുക്ക് ആ പൂർണ്ണത പ്രാപിക്കാൻ സാധ്യമല്ല. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പലപ്പോഴും സ്വാഭാവികമായി പറയുന്നൊരു കാര്യമാണ്, ഇതൊന്നും നടക്കണ കാര്യമൊന്നുമല്ല. ഈ വിശുദ്ധി എന്ന് പറയണതൊന്നും, വിശുദ്ധരാവുക എന്നൊക്കെ പറയണത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ശരിയാണ്, വിശുദ്ധരാവുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ആ വിശുദ്ധരാകുന്നത് ഈ സഭയിലുള്ള എല്ലാ വിശുദ്ധരും, സഭ നമ്മളെ പഠിപ്പിക്കുകയാണ്, സഭാചരിത്രത്തിലെ അനേകം വിശുദ്ധരുടെ ജീവിതത്തിൽ സുവ്യക്തമായി കാണിച്ചിട്ടുള്ളതുപോലെ ദൈവജനത്തിൻ്റെ വിശുദ്ധി സമൃദ്ധമായ ഫലങ്ങൾ ചൂടി വളരും. അപ്പം സഭയിലുള്ള എല്ലാ വിശുദ്ധരും വിശുദ്ധരായത് എങ്ങനെയാണെന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ എല്ലാ കാര്യങ്ങളിലും പിതാവിൻ്റെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് ദൈവമഹത്വത്തിനും അയൽക്കാരുടെ സേവനത്തിനുമായി അവർ തങ്ങളെ തന്നെ പൂർണ്ണ ഹൃദയത്തോടെ പ്രതിഷ്ഠിക്കണം. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ മഹത്വത്തിനായി നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് ചെയ്യണം. ആ ഇഷ്ടത്തിലെ ഏറ്റവും വലിയ കാര്യമാണ് ഫിലിപ്പി ലേഖനം 2 നമ്മൾ വായിക്കുന്നുണ്ട്. ആ ദൈവത്തിൻ്റെ മഹത്വത്തിനായി നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി എന്താണെന്ന് ഫിലിപ്പി ലേഖനം 2 നമ്മൾ വായിക്കുന്നുണ്ട്. 11-ാമത്തെ വചനം, യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയണം. അപ്പോൾ ക്രിസ്തുവിനെ ഏറ്റുപറയുക, ക്രിസ്തുവിനെ ലോകത്തിൽ വെളിപ്പെടുത്തുക. അവസാന കാലങ്ങളിൽ നമുക്ക് വലിയൊരു ഉത്തരവാദിത്വം സ്വർഗം ഏൽപ്പിച്ചിരിക്കുകയാണ്. യേശുവിൻ്റെ 2ാമത്തെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മളെല്ലാവരും പറ്റുന്നിടത്തോളം ആൾക്കാർക്ക് ഈ യേശുവിനെ കാണിച്ചു കൊടുക്കുവാനും യേശുവിനെ കുറിച്ച് പറയുവാനും നിയോഗിക്കപ്പെടുകയാണ്. അപ്പം ഈ യേശുവിനെ ഏറ്റുപറയുവാൻ, മഹത്വീകരിക്കുവാൻ നമ്മളെ സഹായിക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രവൃത്തി എന്ന് പറയുന്നത് ക്രിസ്തുവിനെ മഹത്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്വർഗം ഈ കാലഘട്ടങ്ങളിലൊക്കെ നമ്മളിലെല്ലാവരും മാമോദീസ സ്വീകരിച്ച നമ്മുടെ എല്ലാവരുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ ക്രിസ്തുവിനെ സാക്ഷ്യം നൽകുക, സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത്. പക്ഷെ നമ്മളൊക്കെ ഒരു പരിധി വരെയൊക്കെ നമ്മളിങ്ങനെ അതൊന്നും നമ്മുടെ ഉത്തരവാദിത്തമല്ല, അതൊക്കെ വേറെ കുറേ ആൾക്കാരുടെ ഉത്തരവാദിത്തമാണ് എന്നൊക്കെ വിചാരിച്ച് നമുക്ക് പറ്റാവുന്ന കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളിങ്ങനെ വളരെ നല്ല മനുഷ്യരായിട്ട് ജീവിക്കാം. അപ്പോൾ ഇവിടെയാണ് ദൈവത്തിൻ്റെ ഹിതം നമ്മൾ നിറവേറ്റണം. ദൈവത്തിൻ്റെ ഹിതം എന്താണ്? യോഹന്നാൻ സുവിശേഷം നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം എന്തെന്ന് യോഹന്നാൻ സുവിശേഷം 6 ഈശോ തന്നെ വെളിപ്പെടുത്തുകയാണ്. 6-ാമത്തെ അധ്യായം 29-ാമത്തെ വചനം. യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. ക്രിസ്തുവിൽ വിശ്വസിക്കുക, ക്രിസ്തുവിൽ നമ്മളെ തന്നെ ഭരമേൽപ്പിക്കുക, ഈ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പ്രഘോഷിക്കുക. ഇതാണ് ഏറ്റവും വലിയ ദൈവഹിതം. ഈ പ്രവൃത്തി ചെയ്യാനായിട്ടാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആത്യന്തിക പ്രവൃത്തി എന്ന് പറയുന്നത് ഈ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളത്. അപ്പം നമ്മൾ പെന്തക്കോസ്താ തിരുനാളിന് ഒരുങ്ങുമ്പോൾ നമ്മളൊന്ന് ആത്മശോധന ചെയ്യുക. ഞാൻ എത്രമാത്രം യേശുവിനെ മഹത്വപ്പെടുത്തുവാനും യേശുവിനെ പ്രഘോഷിക്കുവാനും ഒക്കെ ഞാൻ എന്തു ചെയ്യുന്നു?
എന്നുള്ളത് നമ്മളൊന്ന് ആത്മശോധനയ്ക്ക് വിധേയമാക്കുക. പൗലോസ്ലീഹായുടെ മനോഹരമായ ഒരു വാക്യമുണ്ട്. തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ നമ്മൾ സ്ഥിരം പാടുന്നൊരു പാട്ടാണ്. ശ്ലീഹന്മാരിൽ നിറഞ്ഞതുപോലെ ഞങ്ങളിൽ വന്ന് നിറയണം. അല്ലേ? കരിസ്മാറ്റിക് പ്രസ്ഥാനം തുടങ്ങിയ നാൾ മുതൽ നമ്മൾ പാടുന്ന പാട്ടാണ്. എന്നിട്ടും ഇത്രയും പാട്ട് പാടിയിട്ട് ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അപ്പം ഈ ശ്ലീഹന്മാരിൽ വന്ന് നിറഞ്ഞ പരിശുദ്ധാത്മാവ് എന്തുകൊണ്ട് നമ്മളിൽ വരുന്നില്ല, അല്ലെങ്കിൽ നമ്മളിൽ പ്രകടമാകുന്നില്ല? അതിന് ഒരു ഉത്തരം പൗലോസ്ലീഹ നമുക്ക് തരുന്നത് എങ്ങനെയാണ്? തിമോത്തിയോസിന് 2-ാം ലേഖനം 1-ാമത്തെ അധ്യായം ഇങ്ങനെ പറയാണ്: യേശുക്രിസ്തുവിനോടുള്ള ഐക്യം വഴി ലഭിക്കുന്ന ജീവനെ സംബന്ധിക്കുന്ന വാഗ്ദാനമനുസരിച്ച് ദൈവഹിതത്താൽ യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായ പൗലോസ് ശ്രേഷ്ഠപുത്രനായ തിമോത്തിയോസിന് പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ കൃപയും കാരുണ്യവും സമാധാനവും നേരുന്നു. അപ്പം ഈ ശ്ലീഹന്മാർ, അപ്പസ്തോലന്മാർ, പൗലോസ് അപ്പസ്തോലൻ തന്നെ അപ്പസ്തോലനായിട്ട് പറയാം. അപ്പം എന്താണ് ഇവരെല്ലാം ഈ അപ്പസ്തോലന്മാരെച്ചാൽ യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായ പൗലോസ് ക്രിസ്തുവിനെ പ്രഘോഷിക്കുക എന്നുള്ളതാണ് ഈ അപ്പസ്തോലന്മാരുടെ ആത്യന്തികമായ ജീവിത ദൗത്യം. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ശ്ലീഹന്മാരിൽ നിറയണ പോലെ നിറയണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ശ്ലീഹന്മാരുടെ പ്രവൃത്തി ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാൻ എന്ത് പ്രയത്നിക്കുന്നു? ഞാൻ കുറേ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ കുറേ ജപമാല ചെല്ലുന്നുണ്ട്, ഞാൻ കുർബാന പോകുന്നുണ്ട്, ഞാൻ കുറേ പാവപ്പെട്ടവർക്ക് അരിയും ഉടുപ്പൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ അത് ഒരുപക്ഷെ നമ്മളെക്കാൾ നന്നായി ചെയ്യുന്ന അനേകം ഹിന്ദുക്കളും മുസ്ലിങ്ങളും നമ്മുടെ ഇടയിലുണ്ട്. ഇപ്പം നമ്മൾ ഈ ലുലുവിൻ്റെ മുതലാളിയായ യൂസഫ് അലി, അദ്ദേഹം ചെയ്യുന്ന അത്രയും കാരുണ്യപ്രവൃത്തി ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അപ്പോഴും നമ്മളിങ്ങനെ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാണ്. അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, അവരും കുറേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവരാരെയും വെടിവെച്ച് കൊല്ലാനോ ബാങ്ക് കുത്തിപ്പൊളിക്കാനോ മാല മോഷ്ടിക്കാനോ അല്ലെങ്കിൽ ഈ പറയണത് പോലെ ആരെങ്കിലും കൊല്ലുവാനോ ഇതിനൊന്നും അവർ പോണില്ല. അവർ നന്നായിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, പറ്റാവുന്ന പോലെ നമ്മളെക്കാൾ നന്നായിട്ട് പാവപ്പെട്ടവരെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കുറേ പ്രാർത്ഥനയും കുറേ കാരുണ്യം പ്രവൃത്തിയൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളിൽ പരിശുദ്ധാത്മാവ് വരുമോ എന്നുള്ളതാണ്. ഇവിടെയാണ് ഒരു ക്രിസ്ത്യാനിയുടെ പ്രത്യേകത. ക്രിസ്ത്യാനിയിൽ ഈ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കി നമ്മൾ അപ്പസ്തോലന്മാരാണ്, ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരാകുന്നത്. അപ്പം നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത് ക്രിസ്തുവിനെ ഒരാൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഈ ലോകം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം, നമ്മളൊക്കെ നമ്മുടെയൊക്കെ ആയുഷ്കാലത്ത് ഇത്രയും ചൂടുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടില്ല. അങ്ങനെ അന്തരീക്ഷത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ, യുദ്ധങ്ങൾ, പ്രശ്നങ്ങൾ, ഇങ്ങനെ 100,000 പ്രശ്നങ്ങൾ ഇന്ന് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഈ പ്രശ്നങ്ങളിൽ മനുഷ്യരിങ്ങനെ വെന്തുരുകുകയാണ്. പലവിധ പ്രശ്നത്തിൽ കിടന്ന് മനുഷ്യരുടെ ജീവിതങ്ങളിങ്ങനെ താറുമാറായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നങ്ങൾക്കൊക്കെയുള്ള സൊല്യൂഷൻ എന്താണ്? ഇതിനൊക്കെയുള്ള ഏക സൊല്യൂഷൻ യേശുക്രിസ്തുവിലുള്ള രക്ഷയാണ്. അപ്പം നമ്മൾ മറ്റ് മതത്തിലുള്ളവരെ പോലെ എന്തെങ്കിലുമൊക്കെ കുറച്ച് പ്രാർത്ഥനകളും കുറച്ച് ആത്മീയ കർമ്മങ്ങളും കുറച്ച് ദാനധർമ്മമൊക്കെ ചെയ്ത് ജീവിച്ചിട്ട് നമ്മളാരും സ്വർഗത്തിൽ പോവില്ല. ദൈവത്തിൻ്റെ ഹിതമാകുന്ന ഈ രക്ഷയെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ മുമ്പേത് കാലഘട്ടത്തേക്കാൾ കൂടുതൽ തീക്ഷ്ണതയോടെ ഓടേണ്ട ഒരു കാലഘട്ടമാണ്. കാരണം ഞാൻ ഈ രക്ഷയെ എത്തിച്ചു കൊടുക്കുന്നതിൽ വീഴ്ച വരുന്ന ഓരോ ദിവസവും അനേകം മക്കൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്.
ദൈവത്തിൻ്റെ കാരുണ്യത്താൽ കഴിഞ്ഞൊരു 3-4 മാസത്തിൽ നമ്മൾക്ക് ഒരു 10,000-ഓളം അല്ലെങ്കിൽ ഒരു 9,000-നടുത്ത് കുഞ്ഞുങ്ങളിലേക്ക് ഈ ക്രിസ്തുവിനെ കൊടുക്കാൻ അനേകം സ്കൂളുകളിൽ പ്രോഗ്രാം നടത്തി, യുവജന ധ്യാനങ്ങൾ നടത്തി, ടീനേജേഴ്സിനുള്ള ധ്യാനങ്ങൾ നടത്തി. ഇങ്ങനെ ഒരു കുറേ മക്കളിലേക്ക് ഈ ദൈവത്തിൻ്റെ കരുണയും സ്നേഹമൊക്കെ നമുക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു. അപ്പോഴും നമ്മൾ മനസ്സിലാക്കുകയാണ് ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ ഒരു അവസ്ഥ. അവരൊക്കെ ഈ ലോകത്താൽ, പിശാചിനാൽ പല രീതിയിൽ ആക്രമിക്കപ്പെട്ട് പലവിധ അശുദ്ധിയിലും എന്താ പറയുക അനുസരണക്കേടിലൊക്കെ മക്കളിങ്ങനെ നടക്കുകയാണ്. ഇവരൊക്കെ വളർന്നു വരുമ്പോഴത്തേക്ക് ഇവരുടെയൊക്കെ ജീവിതം നാശകോശമായി പോവുകയാണ്. കാരണം അത്രമാത്രം ഇവർ പൈശാചിക ശക്തികൾക്ക് അടിമപ്പെട്ട് കിടക്കുകയാണ്. അവർ കാണുന്ന സിനിമകൾ, അവർ കേൾക്കുന്ന പാട്ടുകൾ, അവർ കാണുന്ന TV സീരിയലുകൾ, ഇതെല്ലാം ഈ തിന്മയുടെ മക്കളുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. ഇതെല്ലാം കണ്ട് വളരുന്ന മക്കൾ അവരുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരുന്നു, മാതാപിതാക്കളുടെ പെരുമാറ്റത്തിൽ വ്യത്യാസം വരുന്നു, പഠന കാര്യങ്ങൾക്ക് അവർക്ക് താല്പര്യമില്ല, വിശ്വാസം എന്നത് തീരെയില്ല. ഇങ്ങനൊരു തലമുറ നമ്മുടെ മുമ്പിൽ വളരുകയാണ്. ഇങ്ങനെ വളരുന്ന തലമുറയ്ക്ക് നമ്മൾ നൽകേണ്ടത് ഏറ്റവും വലിയ കാര്യം ഈ യേശുവിലുള്ള വിശ്വാസമാണ്. ഹല്ലേലൂയ. അപ്പം ഈ ദൗത്യം ഏറ്റെടുത്ത് ഇതിനു വേണ്ടിയിട്ടാണ് അപ്പസ്തോലന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വരും, നിങ്ങൾ എനിക്ക് സാക്ഷികളാവും. അപ്പം നമ്മൾ പെന്തക്കോസ്താ തിരുനാളിന് ഇപ്പം തൊട്ട് നമ്മൾ നൊവേന ആരംഭിക്കുകയാണ്. 9 ദിവസത്തെ നൊവേനയുണ്ട്. അപ്പം ഈ നൊവേനയൊക്കെ ചൊല്ലി ഇങ്ങനെ ഇരിക്കുക എന്നുള്ളതല്ല. നൊവേന ചെല്ലുന്നവർക്കൊന്നും പരിശുദ്ധാത്മാവിനെ കിട്ടില്ല. നൊവേന സുവിശേഷ വേല, ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന, സുവിശേഷം പ്രഘോഷിക്കുന്ന വ്യക്തികൾക്ക് ഒരു അഡീഷണൽ ഗ്രേസ് കിട്ടുന്നതാണ് നൊവേന എന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ ഈ ക്രിസ്തുവിനെ പ്രഘോഷിക്കാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല, എന്നിട്ട് ഞാൻ 9 ദിവസത്തെ നൊവേനയും കൂട്ടിയിട്ട് ലീഹന്മാരിൽ നിറഞ്ഞതുപോലെ എന്നിൽ നിറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് വരില്ല. അപ്പം അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലനൊക്കെ പറയുന്നത് പോലെ യേശുക്രിസ്തുവിനോടുള്ള ഐക്യം വഴി ലഭിക്കുന്ന ജീവനെ സംബന്ധിക്കുന്ന വാഗ്ദാനമനുസരിച്ച് ദൈവഹിതത്താൽ യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായ പൗലോസ്, അപ്പം ഈ അപ്പസ്തോലന്മാർ, ശ്ലീഹന്മാരിൽ വന്ന പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരണമേന്ന് പറയുമ്പോൾ ദൈവം ഒരു ചോദ്യം നമ്മളോടെല്ലാം ചോദിക്കുകയാണ്. ഈ ശ്ലീഹന്മാർ ചെയ്ത യേശുവിനെ പ്രഘോഷിക്കുന്ന ആ ദൗത്യത്തിൽ നീ എന്തു ചെയ്യുന്നു എന്നൊരു ചോദ്യമുണ്ട്. അതിന് നമ്മൾ ഓരോരുത്തരും കൊടുക്കുന്ന ഉത്തരം അതനുസരിച്ചാണ് നമുക്ക് പരിശുദ്ധാത്മാവ് വരിക. അതുകൊണ്ട് ഇന്ന് നമുക്ക് തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവേ, ഞങ്ങൾ ഈ അവസാന നാളുകളിൽ ജീവിക്കുമ്പോൾ ഞങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന, നമ്മളെല്ലാം മാമോദീസ വഴി പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ്. പക്ഷെ ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടെങ്കിലേ നമ്മളിൽ ക്രിസ്തു രൂപപ്പെടുകയുള്ളൂ. പരിശുദ്ധാത്മാവിന് 2 പ്രഥമ ദൗത്യങ്ങളാണ്. ഒന്ന്, നമ്മളിൽ ക്രിസ്തുവിനെ രൂപപ്പെടുത്തുക, ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ നമ്മളെ വളർത്തുക. 2, ക്രിസ്തുവിനെ സാക്ഷ്യം നൽകുക, പ്രഘോഷിക്കുക. അപ്പം ഈ 2 ദൗത്യങ്ങളിൽ നമ്മൾ വിളിക്കുമ്പോൾ നമ്മളിലും ഈ പരിശുദ്ധാത്മശക്തി ദൈവത്തിൻ്റെ പരിപൂർണതയിലേക്ക് നമ്മളെ നയിക്കണം. അപ്പോൾ സഭ നമ്മളെ പഠിക്കുക, ഈ പൂർണ്ണത പ്രാപിക്കാൻ യേശുക്രിസ്തുവിൻ്റെ ദാനങ്ങളാൽ പ്രദാനം ചെയ്യപ്പെട്ട ശക്തി വിശ്വാസികൾ ഉപയോഗിക്കണം. യേശുവിൻ്റെ ദാനങ്ങളാൽ നമുക്ക് ലഭിക്കുന്ന കൃപാവരം, പരിശുദ്ധാത്മശക്തി നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ഈ പൂർണ്ണതയിലേക്ക് വളരുക. നാളെ അല്ലെങ്കിൽ വരുന്ന ദിവസം ഈ ലോകത്തിൻ്റെ മേൽ ഒരു വിധി പ്രസ്താവിക്കപ്പെടാൻ പോവുകയാണ്. നമ്മൾ ആ അന്ത്യവിധി എന്ന് പറയുന്ന ആ ദിവസത്തോട് നമ്മൾ അടുക്കുകയാണ്. അന്ത്യവിധി വന്നു കഴിയുമ്പോൾ 2 ചോദ്യങ്ങൾക്കാണ് പ്രധാനമായിട്ട് നമ്മൾ ഉത്തരം കൊടുക്കേണ്ടത്. ഒന്ന്, നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന സത്യത്തിൻ്റെ പൂർണ്ണതയാകുന്ന ക്രിസ്തു, ദൈവം നമ്മുടെ മുമ്പിലൊരു മോഡൽ വെച്ചിരിക്കുക.
അവനോളം വളരുക. ഇതാണ് നമ്മുടെ ആധ്യാത്മിക കർമ്മത്തിൻ്റെയും പ്രാർത്ഥനയുടെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യം, ക്രിസ്തുവിൽ വളരുക എന്നുള്ളതാണ്. 2, ഈ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പങ്കുവെക്കുക. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെ മാതൃകയാണ്. അവൾ ക്രിസ്തുവിനെ വഹിച്ച് ക്രിസ്തുവിലായിത്തീർന്ന പൂർണ്ണത പ്രാപിച്ചവളാണ് അവൾ. അതുകൊണ്ടാണ് അവൾ ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടെന്ന് പറയും. ആ പൂർണ്ണത പ്രാപിച്ചവർ മാത്രമേ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഇനിയും കുറച്ച് നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും അത്ര ഗൗരവ ബുദ്ധിയുള്ളവരല്ല. അല്ലെങ്കിൽ ഒരു പരിധിവരെയൊക്കെ സാത്താൻ ഇതൊക്കെ നമ്മളിന്ന് മറച്ചു വെപ്പിച്ച് നമ്മൾ എന്തൊക്കെയോ ചെയ്തുകൊണ്ട് എന്തൊക്കെയോ പ്രവർത്തിച്ചുകൊണ്ടൊക്കെ നടക്കുകയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ മേലുള്ള വിധി നിശ്ചയിക്കപ്പെടുന്നത് നമ്മൾ നേടിയ വിദ്യാഭ്യാസത്തിൻ്റെ യോഗ്യതയോ നമ്മൾ കൊടുത്ത അരിയുടെയും പയറിൻ്റെയും കണക്കിൻ്റെ ബേസിസിലോ നമ്മൾ കൂടിയ ധ്യാനത്തിൻ്റെ ബേസിലോ ചെന്തിയ ജപമാലയുടെ എണ്ണത്തിൻ്റെ ബേസിസിലോ അല്ല നമ്മൾ വിധിക്കപ്പെടുക. നമ്മൾ വിധിക്കപ്പെടുക നീ എത്രത്തോളം ക്രിസ്തുത്വത്തിൽ വളർന്നു എന്നതിൻ്റെ ബേസിസിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് എന്നിലുള്ള സ്വാർത്ഥതയും എന്നിലുള്ള ദ്രവ്യാസക്തിയും സ്വന്തം സുഖമൊക്കെ നേടാനുള്ള ആ താല്പര്യമൊക്കെ കളയണം. പൈശാചിക സ്വഭാവമാണ്. അതൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എനിക്കുള്ളതൊക്കെ മറ്റുള്ളവരായിട്ട് പങ്കുവെക്കുന്നത്. പക്ഷെ പങ്കുവെച്ചെന്ന് വെച്ചിട്ട് നമ്മളാരും സ്വർഗത്തിൽ പോകത്തില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ക്രിസ്തുത്വത്തിൽ വളരണം. അതുകൊണ്ട് അതിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അതിന് പറ്റണില്ല, കർത്താവേ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. കർത്താവ് പറയാം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് സാധിക്കും. ഹല്ലേലൂയ. എന്നാൽ പരിശുദ്ധാത്മാവിനെ എന്തിനാ തരുന്നത്? വെറുതെ പൂർണ്ണത പ്രാപിക്കാനല്ല, നമ്മൾ ക്രിസ്തുവിനെ പ്രഘോഷിക്കണം. ഈ 2 ഉത്തരവാദിത്തങ്ങൾ വളരെ ശക്തമായ കാര്യത്തിൽ നമ്മളിൽ രൂപപ്പെടണം. കാരണം ഇനി അധികം നാളൊന്നും ഇല്ല. ഇപ്പം 46 ഡിഗ്രി വരെ എത്തി. അടുത്ത വർഷം 55 പറയുന്നത്. അപ്പോൾ ആരൊക്കെ ഉണ്ടാവും ദൈവത്തിന് തന്നെ അറിയാൻ പറ്റുള്ളൂ. അപ്പം ഇങ്ങനെ പ്രപഞ്ചം മുഴുവനും അതിൻ്റെ രൂപങ്ങൾ മാറുകയാണ്. ഇതൊക്കെ നമുക്ക് വലിയ അടയാളങ്ങൾ സ്വർഗം തന്നിട്ടും ഇപ്പോഴും നമ്മളിങ്ങനെ കുറച്ച് പ്രാർത്ഥനയും കുറച്ച് അരിയും പഞ്ചസാരയും കൊടുത്തൊക്കെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ തീർന്നു പോകും. അതുകൊണ്ട് ഉണരുക. ഒരു പെന്തക്കോസ്താ തിരുനാളോടി വരുമ്പോൾ സഭ സ്വർഗം പറയാണ്, ഉണരുക, അഭിഷേകം സ്വീകരിക്കുക, നിന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയിലേക്ക് നീ വളരുക. മറ്റുള്ള മനുഷ്യർക്ക് ക്രിസ്തുവിൻ്റെ രക്ഷ പങ്കുവെച്ചു കൊടുക്കാൻ കുറെ കൂടി തീക്ഷ്ണമായിട്ട് അധ്വാനിക്കുക, പരിശ്രമിക്കുക, ഇടപെടുക. നിനക്കുള്ള കാര്യങ്ങളൊക്കെ സുവിശേഷ പ്രഘോഷത്തിനായിട്ട് മാറ്റിവെക്കുക. നിന്റെ സമ്പത്ത്, നിന്റെ കഴിവ്, നിന്റെ സമയം, നിന്റെ സ്വാധീനം എത്രത്തോളം ആത്മാക്കളെ രക്ഷിക്കാനായിട്ട് സാധിക്കുമോ, എത്ര ദേശങ്ങളിലേക്ക് സുവിശേഷം എത്തിക്കാൻ സാധിക്കുമോ അതിനായിട്ട് നീക്കി വെക്കുക. സമയം വളരെ കുറവാണ്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവ് ഇത്രയും നാളുമൊക്കെ ഏതൊക്കെയോ കാര്യങ്ങൾ ചെയ്ത് എന്തൊക്കെയോ പറ്റുന്ന കുറേ കാര്യങ്ങൾ സംതൃപ്തനായിട്ട് ഇങ്ങനെ നമ്മളൊക്കെ നടക്കുകയാണ്. ആ സംതൃപ്തിയുടെ കാലഘട്ടമൊക്കെ മാറാൻ പോവുകയാണ്. സ്വർഗം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിർവഹിക്കണം. നമുക്കതിനായിട്ടുള്ളൊരു ശക്തി നമ്മൾ പ്രാപിക്കണം. പരിശുദ്ധാത്മാവ് വരുന്നത് യേശുവിന് സാക്ഷ്യം നൽകാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പോകണം. നമ്മളിവിടെ ഇരിക്കുന്ന പലരെയും കർത്താവ് അതുപോലെ അയക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അനേകം രാജ്യങ്ങളിലേക്ക്, ദേശങ്ങളിലേക്കൊക്കെ നമ്മളിൽ പലരെയും അയക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം കേരള സഭയിൽ നിന്നാണ് ഇനി അവസാന കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ സുവിശേഷ പ്രഘോഷണം സംഭവിക്കേണ്ടത്. കാരണം കേരള സഭയോളം കൃപ നിറഞ്ഞൊരു സഭ ലോകത്തിലില്ലെന്നും. അപ്പം ഇവിടെ നിന്നാണ് നമ്മളിൽ നിന്ന് വലിയ കാര്യങ്ങൾ സ്വർഗം പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാവണം. ഇനിയും നമ്മളിങ്ങനെ താഴത്തോട്ട് നോക്കിയിരിക്കരുത്. മുകളിലേക്ക് നോക്കേണ്ട സമയമായി, മുകളിലേക്ക് നോക്കേണ്ട സമയമായി. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഈ പെന്തക്കോസ്താ തിരുനാളിന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളും അപ്പസ്തോലന്മാരെ പോലെ യേശുവിനെ പ്രഘോഷിക്കുവാൻ, യേശുവിനെ പങ്കുവെച്ചു കൊടുക്കാൻ, യേശുവിൽ വ്യക്തമാക്കിയ ദൈവത്തിൻ്റെ കരുണ എല്ലാ മക്കളും കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആരാധന, മഹത്വം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്.
യേശുവേ നന്ദി 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 നന്ദി. Thank you Lord. Hallelujah, 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 hallelujah. Rabba 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 rabba. Hallelujah, hallelujah, hallelujah. Oria rabba 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 rabba. Hallelujah, 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 hallelujah. യേശുവേ, അങ്ങയുടെ വാഗ്ദാനം ഞങ്ങളുടെ മേൽ അയക്കണമേ, ഞങ്ങളുടെ മേൽ അയക്കണമേ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. നമ്മുടെ ശാരീരികമായ കുറവുകൾ, മാനസികമായ കുറവുകൾ, ബുദ്ധിപരമായ കുറവുകൾ, ആത്മീയപരമായ കുറവുകൾ എല്ലാം നികത്തപ്പെടുന്നത് പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ്. നമ്മളെക്കാൾ മാനസികമായ പക്വതയില്ലാത്തവരായിരുന്നു ശ്ലീഹന്മാർ, നമ്മുടെ അത്രയും ബുദ്ധിയില്ലാത്തവരായിരുന്നു ശ്ലീഹന്മാർ, നമ്മുടെ അത്രയും ആത്മീയ ഇല്ലാത്തവരായിരുന്നു ശ്ലീഹന്മാർ. പക്ഷെ അവരിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അതിസ്വാഭാവികമായ കൃപയുള്ളവരായവർ മാറുകയാണ്. അടുപ്പിൽ കഞ്ഞി വെച്ചു കൊടുക്കുന്ന സ്തേഫാനോസ് എന്ന് പറയുന്ന ഒരു ഡീക്കൻ, അദ്ദേഹത്തെക്കുറിച്ച് അപ്പോസ്തല പ്രവർത്തനം 7 പറയുകയാണ്. സ്തേഫാനോസ് കൃപാവരവും ജ്ഞാനവും പരിശുദ്ധാത്മ അഭിഷേകം എന്ന് പറഞ്ഞവനായിരുന്നു. അവനിലുള്ള ദൈവകൃപയോടും അഭിഷേകത്തോടും തുലനം ചെയ്യുമ്പോൾ അവിടെയുള്ള ആർക്കും, ജ്ഞാനത്തോട് തുലനം ആർക്കും ചേർത്ത് വെക്കാൻ പറ്റിയില്ല. അത്രമാത്രം ശക്തന്മാരായിരുന്നു അവർ. പ്രിയമുള്ളവർ, ഈ കാലഘട്ടങ്ങളിൽ നമ്മളും ഇതുപോലെ ആകാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഇന്ന് ദൈവത്തെ വെല്ലുവിളിക്കുന്ന, കൊഞ്ഞനം കുത്തുന്ന, യേശുക്രിസ്തുവിനെ അവഹേളിക്കുന്ന ഒരു വലിയ സമൂഹം നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ആ സമൂഹത്തിൻ്റെ മുമ്പിൽ അവരെ വെല്ലുവിളിക്കാനായിട്ടാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. അവരെന്തൊക്കെയോ ആണെന്ന് വിചാരിച്ച് നിൽക്കുന്നവർ, അവരെന്തൊക്കെയോ ആണെന്ന് സ്ഥാപിക്കുന്നവരും, അങ്ങനെ പണ്ട് കാലത്തും ഉണ്ടായിരുന്നു വലിയ ജ്ഞാനമൊക്കെ ഉള്ളവർ. അങ്ങനെയുള്ള മനുഷ്യരെയാണ് ഈ 2ാം ക്ലാസ് പഠിക്കാത്ത മുക്കുവന്മാരും ഈ കഞ്ഞി വെച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ അവരെ വെല്ലുവിളിച്ചു. അതിസ്വാഭാവികമായ കപ്പാസിറ്റി അവർക്കുണ്ടായിരുന്നു, എക്സ്ട്രാordinary ഗ്രേസ് ഉണ്ടായിരുന്നു, വിസ്ഡം ഉണ്ടായിരുന്നു. അതല്ല, ദൈവത്തിന് ശക്തി അവരിൽ വന്നു. പൗലോസ് ശ്ലീഹ കൊരിന്തോസ്യർക്ക് ലേഖനത്തിൽ പറയുന്നത് പോലെ ഈ ലോകത്തിൻ്റെ ജ്ഞാനികളെ അതിശയിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരികയാണ്. എങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായവരെ ദൈവം തെരഞ്ഞെടുത്തു. ശക്തമായവയെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവയും നിലവിലുള്ളവയെ നശിപ്പിക്കുവാൻ വേണ്ടി ലോകദൃഷ്ടി നിസ്സാരങ്ങളായവയും അവഗണിക്കപ്പെട്ടവയും ഇല്ലായ്മയെ തന്നെയും ദൈവം തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. അപ്പം ഈ ലോകത്തിൽ ഇങ്ങനെ ദൈവത്തെ നിഷേധിച്ച് അഹങ്കാരത്തിൽ നിറഞ്ഞ് ദൈവം കൊടുത്ത കഴിവുകളൊക്കെ വെച്ചിട്ട് ദൈവത്തെ തന്നെ നിരാകരിച്ച് സഭയെ വെല്ലുവിളിച്ച് യേശുക്രിസ്തുവിനെ വെല്ലുവിളിച്ച് നടക്കുന്ന ഒരു സമൂഹം നമ്മുടെ മുമ്പിലുണ്ട്. ഈ സമൂഹത്തിനെ വെല്ലുവിളിക്കാനാണ് നിനക്ക് പരിശുദ്ധാത്മ അഭിഷേകം വരേണ്ടത്. അവരെ അതിശയിപ്പിക്കുന്ന ജ്ഞാനം, അവരെ അതിശയിപ്പിക്കുന്ന ദൈവിക കൃപ, അവരെ അതിശയിപ്പിക്കുന്ന സ്വാഭാവിക ബുദ്ധി, അവരെ അതിശയിപ്പിക്കുന്ന ശക്തി നമ്മളിലുണ്ടാവണം. അടയാളങ്ങൾ, അത്ഭുതങ്ങൾ ഈ നിസ്സാരരായ നമ്മളിലൂടെ ഈ ലോകത്തിന് മുമ്പിൽ കാണിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പം നമ്മളിലൂടെ ഈ ലോകത്തിലെ ജ്ഞാനികളെയും ഈ ലോകത്തിലെ ബുദ്ധിമാന്മാരെയും ഈ ലോകത്തിലെ വലിയ കേമന്മാരെയൊക്കെ വെല്ലുവിളിക്കാൻ സാധിക്കണം. ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, വെറും 10ാം ക്ലാസ്സും ഗുസ്തിക്കാരനാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ. ഞാനൊക്കെ ആയിരുന്ന ജോലി സ്ഥലങ്ങളിൽ ഞാനൊക്കെ കോമ്പറ്റ് ചെയ്തിരുന്നത് വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് MBA എഞ്ചിനീയറിംഗ് ഒക്കെ എടുത്ത ആൾക്കാരുമായിട്ടാണ് ഞാൻ കോമ്പറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവരെല്ലാം അതിശയിപ്പിക്കുന്ന, ഇവരെല്ലാം അത്ഭുതപ്പെടുത്തുന്ന ജ്ഞാനം സ്വർഗം എനിക്ക് നൽകിയിരുന്നു.
അതുകൊണ്ട് അങ്ങനെ നമ്മൾ ക്രിസ്തുവിന് സാക്ഷ്യം നൽകുവാൻ, ഇവരെ വെല്ലുവിളിക്കുവാൻ, ഇവർ ഈ വലിയ സാധനമെന്ന് പറയുന്നതൊക്കെ വെറും നിസ്സാരമാണെന്ന് നമ്മളിലൂടെ ദൈവത്തിന് കാണിക്കാൻ കൂടി ആഗ്രഹമുണ്ട്. അപ്പം ഇന്ന് നമ്മളിൽ കാണുന്ന വൈകല്യങ്ങൾ, കുറവുകൾ, 5 വർഷം പഠിച്ചിട്ട് 11 വിഷയം 5 പ്രാവശ്യം എഴുതിയിട്ട് പാസ്സാകാത്തവനാണ് ഞാൻ. ആ എന്നിലാണ് ദൈവം വിളിക്കുന്നത്. നീ വാടാ ഇവിടെ, നിന്നെ ഞാനൊരു സാക്ഷ്യമാക്കാൻ പോവുകയാണ്. നിന്നിലൂടെ ഈ ലോകത്തിലെ ജ്ഞാനികളെയും ബുദ്ധിമാന്മാരെയും ഞാൻ വെല്ലുവിളിക്കാൻ പോവുകയാണ്. നിന്റെ ജീവിതം എനിക്ക് സമർപ്പിക്കാം. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരിലൂടെ ഇതുപോലെ പ്രവർത്തിക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനാണ് നമ്മളെ സ്വർഗം വിളിക്കുന്നത്. നമ്മൾക്ക് അതിസ്വാഭാവികമായ ജ്ഞാനം, ശക്തി എന്ന് പറയുന്നത്. ഇന്ന് എവിടെയൊക്കെ നിങ്ങൾ ബലഹീനനാണോ, ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ബലഹീനരാണോ, അവിടെ എല്ലാം നിങ്ങൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ശക്തി പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വെറും ശക്തിയല്ല, അതിസ്വാഭാവികമായ ശക്തി പ്രാപിക്കും. നിങ്ങളുടെ വാക്ചാതുര്യം, നിങ്ങളുടെ അറിവ്, നിങ്ങളുടെ ജ്ഞാനം, നിങ്ങളോരോ കാര്യങ്ങൾ ചെയ്യുന്നതും കാണുന്നതൊക്കെ രീതികളൊക്കെ മാറുകയാണ്. ഇങ്ങനെ അതിസ്വാഭാവികമായൊരു തലത്തിലേക്കാണ് സ്വർഗം നമ്മളെ വിളിക്കുന്നത്. അപ്പോൾ സഭ ഇതിൻ്റെ ഏറ്റവും വലിയ റോൾ മോഡൽ എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയാണ്. ഈ ശിഷ്യന്മാരൊക്കെ വരുന്നതിന് മുമ്പ് പരിശുദ്ധ ആത്മാവ് ആദ്യം തിരഞ്ഞെടുത്ത വ്യക്തി ഒരു 15 വയസ്സുകാരിയായ ഒരു സാധാരണ പെൺകുട്ടീനെയാണ്. അവളെക്കുറിച്ച് എങ്ങനെയാ സഭ പറയുക? സഭയെയും മനുഷ്യവംശം മുഴുവനെയും സംബന്ധിച്ചുള്ള അവളുടെ ധർമ്മം അതിനേക്കാൾ വ്യാപകമാണ്. ആത്മാക്കൾക്ക് അതിസ്വാഭാവിക ജീവൻ പുനഃസ്ഥാപിച്ചു കൊടുക്കാനുള്ള രക്ഷകന്റെ ജോലിയിൽ അവൾ തൻ്റെ അനുസരണം, വിശ്വാസം, ശരണം, ജ്വലിക്കുന്ന സ്നേഹം എന്നിവയിലൂടെ തികച്ചും അനന്യസാധാരണമായ രീതിയിൽ സഹകരിച്ചു. ഇക്കാരണത്താൽ കൃപാവരത്തിന്റെ ക്രമത്തിൽ അവൾ നമുക്ക് അമ്മയാണ്. അപ്പോൾ മനുഷ്യ ജീവിതത്തെ ആത്മാക്കൾക്ക് അതിസ്വാഭാവിക ജീവൻ പുനഃസ്ഥാപിച്ചു കൊടുക്കാനുള്ള രക്ഷകന്റെ ജോലിയാണ്. അപ്പൊ ആ അതിസ്വാഭാവിക ജീവൻ ആദ്യമായിട്ട് വരുന്നത് ഈ പാവം പെൺകുട്ടിയിലാണ്. ഹല്ലേലൂയ. അതിനുശേഷമാണ് ഈ മുക്കുവന്മാരും ചുങ്കക്കാരിലൊക്കെ ഇത് വരുന്നത്. ഇത് ഇനിയും നമ്മളിൽ വന്നിട്ടില്ലേ? ഇത്രയും വർഷമായിട്ട് നമ്മൾ ഈ പ്രാർത്ഥനയൊക്കെ നടന്നിട്ട് നമ്മളിൽ ഈ അതിസ്വാഭാവിക ജീവൻ എന്തുകൊണ്ട് വരുന്നില്ല? അതുകൊണ്ട് പ്രിയമുള്ളവരെ, അതിൻ്റെ അടിസ്ഥാന കാരണം നമ്മൾ ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്നില്ല. നമ്മൾ ക്രിസ്തുവിന് വേണ്ടി എന്തു ചെയ്യുന്നതനുസരിച്ചിട്ടാണ്. കരങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് ഉയർത്തിപ്പിടിക്കാം. പരിശുദ്ധാത്മാവ് വരും നിങ്ങളുടെ മേലും, നിങ്ങൾ ശക്തി പ്രാപിക്കും. സ്വർഗത്തിൻ്റെ ആവശ്യമാണ്. ഇന്ന് ദൈവത്തെ വെല്ലുവിളിച്ച്, സഭയെ വെല്ലുവിളിച്ച്, യേശുവിനെ വെല്ലുവിളിച്ച്, അല്ലെങ്കിൽ അവരെ കൊഞ്ഞനം കുത്തുന്ന ഒരു സമൂഹം നമ്മുടെ മുമ്പിലുണ്ട്. അവരെ സമ്പത്ത് കൊണ്ട്, അവരെ കഴിവുകൊണ്ട്, അവരെ സ്ഥാനമാനങ്ങൾ കൊണ്ടൊക്കെ വെല്ലുവിളിക്കുമ്പോൾ സ്വർഗം നമ്മളോട് പറയുക, നീ വരിക, നിന്നിലൂടെ ദൈവം ഈ ലോകത്തിൽ നിന്നെ മഹത്വപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അതിനാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത്. ബലഹീനരും നിസ്സാരരുമായവർ, തിരസ്കരിക്കപ്പെട്ടവർ, അവഹേളിക്കപ്പെട്ടവർ, നിന്ദിക്കപ്പെട്ടവർ, പരിഹസിക്കപ്പെട്ടവർ, ഇതൊക്കെയാണ് നമ്മുടെ ഐഡന്റിറ്റി. ഈ ഐഡന്റിറ്റിയാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള യോഗ്യത കഴിവോ, ബുദ്ധിയോ, സാമർഥ്യമോ, അല്ലെങ്കിൽ പാണ്ഡിത്യമോ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യതയൊന്നുമല്ല. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള യോഗ്യത അറിവില്ലായ്മ, കഴിവില്ലായ്മ, നിസ്സഹായത, തിരസ്കരിക്കപ്പെടുന്ന അവസ്ഥ, അവഹേളിക്കപ്പെടുന്ന അവസ്ഥ, ഒന്നിനും കൊള്ളൂല എന്ന് പറയപ്പെടുന്ന അവസ്ഥ. ഇതാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള കാര്യം. ഈ ഒരു എളിമ നിങ്ങൾക്കുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി ഒന്ന് വിളിക്കുക, കർത്താവേ, ഈ യോഗ്യതയെല്ലാം എനിക്കുണ്ട് കർത്താവേ. എല്ലാവരാലും കളിയാക്കപ്പെടുന്ന, അവഹേളിക്കപ്പെടുന്ന, പരിഹസിക്കപ്പെടുന്നവനാണ് ഞാൻ. എല്ലാവരാലും തിരസ്കരിക്കപ്പെടുന്നവനാണ് ഞാൻ. എല്ലാവരിലും പുറകിൽ നിൽക്കുന്നവനാണ് ഞാൻ. മറ്റുള്ളവരായിട്ട് തുലനം ചെയ്യുമ്പോൾ ബുദ്ധിയോ, ശക്തിയോ, കഴിവോ, സൗന്ദര്യമോ ഇല്ലാത്തവനാണ് ഞാൻ. ഇതാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള യോഗ്യത. ആ വലിയ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്കൊന്നുകൂടി ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആരാധന, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരിയ റബറ കറബറബറബറി ശദലബറബറബറബറി. ഹല്ലേലൂയ. യേശുവിനേറ്റ് പറയണം, യേശുവിനേറ്റ് പറയണം. പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും
യേശുവിനെ ഏറ്റുപറയുന്നത് വഴി പിതാവായ ദൈവം മഹത്വപ്പെടും, മഹത്വപ്പെടും. നിങ്ങളുടെ കുറവുകള്, ബലഹീനതകള്, കഴിവുകേടുകള് എല്ലാം പരിശുദ്ധാത്മാവ് വരുമ്പോൾ നികത്തപ്പെടും, നികത്തപ്പെടും. അത് സ്വാഭാവിക ജീവിതത്തിലേക്ക് നിങ്ങൾ ഉയർത്തപ്പെടാം. പരിശുദ്ധാത്മാവ് വരുമ്പോ ആഗ്രഹമുള്ള എല്ലാ മക്കളും പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. ഇനിയുള്ള കാലം ഒരു അതിസ്വാഭാവിക ജീവിതം നയിക്കണം. ഇത്രയും കാലം എല്ലാവരും അവഹേളിക്കപ്പെട്ട്, തിരസ്കരിക്കപ്പെട്ട്, നിന്ദിക്കപ്പെട്ട്, പരിഹസിക്കപ്പെട്ട്, കളിയാക്കപ്പെട്ടൊക്കെ ജീവിച്ചവരാണ്. കുറെ മണ്ടത്തരങ്ങളും കുറെ അബദ്ധങ്ങളൊക്കെ പറ്റി ഇങ്ങനെ നാണം കെട്ടിയിരിക്കുന്ന അവസ്ഥയാണ്. എന്നാൽ ഇനിയുള്ള നിന്റെ ജീവിതം ഒരു അതിസ്വാഭാവിക തലത്തിലേക്ക് ഉയർത്താൻ സ്വർഗം ആഗ്രഹിക്കുന്ന കുഞ്ഞെ സ്വരമുയർത്തി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുസന്നിധിയിലേക്ക് കടന്നു വരാം. നമ്മുടെ ഒന്നുമില്ലായ്മ, നമ്മുടെ ഇല്ലായ്മകളാണ് ദൈവത്തിന് നമ്മളിൽ അട്രാക്ട്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലേക്ക് അട്രാക്റ്റഡ് ആകുന്നത് നമ്മുടെ കഴിവോ നമ്മുടെ പുണ്യങ്ങളോ നമ്മുടെ സുഹൃതങ്ങളോ അല്ല. പരിശുദ്ധാത്മാവിന് ഒരു വ്യക്തിയിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത് നമ്മളുടെ ബലഹീനതകളും പാപാവസ്ഥകളും നമ്മുടെ കഴിവുകേടുകളൊക്കെയാണ്. ഇതാണ് ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണമെങ്കിൽ നമ്മൾ അംഗീകരിക്കണം. എന്നെയൊക്കെ വീട്ടുകാരും നാട്ടുകാരും വിളിക്കാത്ത പേരുകളില്ല. പൊട്ടൻ, മണ്ടൻ, കഴുത, പോത്ത്, വിവരമില്ലാത്തവൻ. പക്ഷേ 10-24 വയസ്സ് വരെ ഞാനിത് അംഗീകരിച്ചിരുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ പറയുമ്പോൾ തിരിച്ചു പറയും, മക്കട്ട് കയറും. മറ്റുള്ളവരെ നമ്മൾ ചെളിവാരി അറിയും. കാരണം നമ്മളത് അംഗീകരിക്കാൻ തയ്യാറല്ല. എന്നാൽ ലോകം മുഴുവൻ നമ്മളെ വിളിക്കുന്ന പൊട്ടാ, മണ്ട, കഴുത, വിവരമില്ലാത്തവെന്നാണ്. പക്ഷേ ഇതൊന്നും നമ്മൾ അംഗീകരിച്ചില്ല. എന്നാൽ എന്ന് 24-ാമത്തെ വയസ്സിൽ നിന്ന് അംഗീകരിച്ചോ അന്ന് മുതൽ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതകരമായ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കാം. ഇതാണ് നമുക്ക് വേണ്ട യോഗ്യത. പക്ഷെ നമ്മുടെ ഒരു പ്രശ്നം വെച്ചാൽ നമുക്കിതൊന്നും അംഗീകരിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ മാതാപിതാക്കള്, ചിലപ്പോൾ നമ്മുടെ മക്കള്, ചിലപ്പോൾ നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നവർ നമ്മളെക്കുറിച്ച് ഇതിങ്ങനെയൊക്കെ പറയും. എന്ത് പൊട്ടത്തിലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തിനാ ഇങ്ങനെ ജീവിക്കുക, എന്നിട്ട് എന്ത് നേടി, എന്തുണ്ടാക്കിയെന്നൊക്കെ അറിയും അല്ലേ. എന്നോടൊക്കെ ചോദിക്കാം, പഠിക്കാൻ പോയിട്ട് എന്ത് നേടിയിടാ, എന്ത് സമ്പാദിച്ചു, എന്തിനു കൊള്ളാന്നൊക്കെ ചോദിക്കുന്ന ചോദ്യം വരുമ്പോൾ നമ്മൾ അതിനൊക്കെ ഇങ്ങനെ കൗണ്ടർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കൗണ്ടർ അടിക്കണം നമുക്കൊരു ഹോബിയാണ്. അപ്പോൾ അവൻ്റെ കുറവുകൾ നമ്മൾ ഏറ്റു പറയുന്നു. നീ എന്ത് നേടി, നീ എന്തുണ്ടാക്കി, ഇതൊക്കെ അർത്ഥം. ഇതൊക്കെ എന്ന് വെച്ചാലും ഇങ്ങനെ നാട്ടുകാർ പറയുന്നതൊക്കെ നിനക്ക് പരിശുദ്ധാത്മാവ് സ്വീകരിക്കാനുള്ള യോഗ്യതയാണ് ശരിക്കും. ഹല്ലേലൂയ. പക്ഷെ ഇതിനെല്ലാം കൗണ്ടർ അടിച്ച് 10-24 വർഷം വേസ്റ്റായി കളഞ്ഞു. പക്ഷെ എന്ന് ദൈവസന്നിധിയിൽ എളിമയോടെ നിന്ന് കർത്താവെ സഹായിക്കണം, അവസ്ഥ ഇതാണ്, വളരെ പരിതാപകരമായ അവസ്ഥയാണെന്ന് ഏറ്റുപറഞ്ഞ് അന്ന് സ്വർഗം ഏറ്റെടുത്തു. അതുപോലെ ഇന്ന് നമ്മൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരാം. എന്നോട് കരുണയുണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചു. സന്നിധിയിൽ ഞാനെന്ന് കുമ്പിടുന്നു, നിൻ തിരുസന്നിധിയിൽ ഞാനെന്ന് കുമ്പിടുന്നു. എൻ ദയയാലല്ല നിൻ ദയയാൽ മാത്രം ഞാനെന്നും കുമ്പിടുന്നു. എൻ ദയയാലല്ല നിൻ ദയയാൽ മാത്രം ഞാനെന്നും കുമ്പിടുന്നു. യേശു രാജാവിനു സ്തോത്രം, രാജാവിനു നന്ദി, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനായ യേശുവേ. യേശു രാജാവിനു സ്തോത്രം, രാജാവിനു നന്ദി,
വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. വൻ പാപഭാരമെല്ലാം നിൻ കൃപയാൽ നീക്കിയല്ലോ. വൻ പാപഭാരമെല്ലാം നിൻ കൃപയാൽ നീക്കിയല്ലോ. നിന്ദിതനാമെന്റെ ദുഃഖങ്ങൾ നീ നീക്കി നിൻ മകനാക്കിയല്ലോ. നിന്ദിതനാമെന്റെ ദുഃഖങ്ങൾ നീ നീക്കി നിൻ മകനാക്കിയല്ലോ. യേശു രാജാവിനു സ്തോത്രം, രാജാവിനു നന്ദി, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. യേശു രാജാവിനു സ്തോത്രം, രാജാവിനു നന്ദി, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. ഹല്ലേലൂയ. വലിയ ദാഹത്തോടെ, വലിയ എളിമയോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് ചോദിക്കണം, മക്കളെ, നിങ്ങളുടെ മക്കള് മുട്ട ചോദിച്ചാൽ നിങ്ങൾ ആരെങ്കിലും പാമ്പിനെ കൊടുക്കുവോ? ഇല്ല. മക്കൾ അപ്പം ചോദിച്ചാൽ തേളിനെ കൊടുക്കുവോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് പരിശുദ്ധാത്മാവിനെ ചോദിക്കുന്നവർക്ക് എത്ര അധികമായി നൽകില്ല എന്ന് ദൈവം ചോദിക്കുക. ദാഹത്തോടെ ചോദിക്കണം, കർത്താവേ, നിന്റെ വാഗ്ദാനം വരണം, ഞങ്ങൾ നിനക്ക് സാക്ഷികളായിക്കൊള്ളാം, ഞങ്ങൾ നിന്നെ ഏറ്റു പറയുന്നവരായിക്കൊള്ളാം. കഴിഞ്ഞ നാളുകളിലൊക്കെ വന്നുപോയ കുറവുകളൊക്കെ നികത്തി ഞാൻ യേശുവിനെ പ്രഘോഷിക്കും, ഞാൻ യേശുവിനെ ഏറ്റുപറയും, ഞാൻ യേശുവിനെ 10-100 പേർക്കെങ്കിലും ഈ വർഷങ്ങളിൽ എത്തിക്കും, അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനോട് അവന്റെ വാഗ്ദാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഹാലേ 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നാഥനേ, ഹല്ലേലൂയ ലാ 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 രി 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 രി. ഓ ബാരാ 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 ബാരാ. ഹല്ലേലൂയ ഹല്ലേലൂയ രി 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 രി. കർത്താവിനെ ഏറ്റുപറയണം. ഈ ദേവാലയത്തിൽ വെച്ച് നമ്മൾ യേശുവിനെ ഏറ്റുപറയുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെയും പരമമായ ലക്ഷ്യം യേശുവിന് സാക്ഷ്യം നൽകുക എന്നുള്ളതാണ്. അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രയോറിറ്റിയാക്കി മാറ്റണം. അവിടെയാണ് ഒരു ക്രിസ്ത്യാനിയും മറ്റുള്ള മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുന്ന എല്ലാ മതക്കാരും പ്രാർത്ഥിക്കും, എല്ലാ മതക്കാരും ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്, എല്ലാ മതത്തിലും സ്വർഗത്തിൽ വിശ്വസിക്കുന്നവരാണ്, എല്ലാ മതത്തിലും പാപങ്ങളുണ്ട്, എല്ലാ മതത്തിലും ദാനധർമ്മം ചെയ്യണമെന്നാണ് പറയുക. അതുകൊണ്ട് നമ്മൾ അതുമാത്രം ചെയ്തുകൊണ്ടിരുന്നുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. നമ്മളിൽ ഏറ്റവും നിക്ഷിപ്തമായ ഉത്തരവാദിത്തമാണ് ഈ യേശുവിനെ, ഈ സത്യദൈവത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കുക. അതിനുള്ളൊരു ശക്തിയും കൃപയും നമുക്ക് ലഭിക്കുന്നതാണ്. പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് നമുക്ക് ലഭിക്കുക. സംസാരിക്കുവാൻ, പ്രഘോഷിക്കുവാൻ, വചനം വ്യാഖ്യാനിക്കുവാൻ, മറ്റുള്ളവരോട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹാരങ്ങൾ കൊടുക്കാനൊക്കെ ഈ ആത്മാവിൻ്റെ ശക്തി, വരദാനങ്ങൾ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി നമുക്കൊന്ന് സ്തുതിക്കാം. യേശുവേ, ഇതാ നിന്നെ ഞാൻ തയ്യാറാണ്. കഴിഞ്ഞ നാളുകളിലൊക്കെ എനിക്ക് ഒത്തിരി കുറവുകൾ പറ്റിപ്പോയി. ഞാനും ഇങ്ങനെ സ്വാഭാവികമായ കുറച്ച് സൽപ്രവർത്തികളൊക്കെ ചെയ്തിങ്ങനെ ജീവിക്കുന്നവരാണ്.
പക്ഷേ എന്നിൽ ക്രിസ്തു രൂപപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ചോദ്യമാണ്. അതിന് ഞാൻ ക്രിസ്തുവിനെ പങ്കുവെച്ചു കൊടുക്കണം. വചനം പറയാണ്, നിങ്ങൾ കൊടുക്കുന്ന അളവനുസരിച്ച് നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ നമ്മൾ ക്രിസ്തുവിനെ പങ്കുവെച്ചു കൊടുക്കാനായിട്ട് നമ്മൾ ഇറങ്ങി പുറപ്പെടുന്നതനുസരിച്ചാണ് നമ്മളിൽ ക്രിസ്തു രൂപപ്പെടുക. ഇതാണ് അതിൻ്റെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ആ ഒരു തീരുമാനമെടുത്തുകൊണ്ട് യേശുവിനെ ഒരിക്കൽ കൂടി നമുക്ക് സ്തുതിക്കാം. ഈ ആലയത്തിൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നത് പോലെ, ഈ ആലയത്തിൽ ഞാൻ മഹത്വപ്പെടുത്തുന്നത് പോലെ, ഞാൻ ആയിരിക്കുന്ന സ്ഥലങ്ങളിലും എന്റേതായ ലോകത്തിലും ഞാൻ നിന്നെ പ്രഘോഷിക്കും യേശുവേ. മുമ്പേത് കാലഘട്ടത്തെക്കാൾ ഈ നശിച്ചുകൊണ്ടിരിക്കുന്ന ലോകം ഏതാനും വർഷങ്ങളിൽ ചിലപ്പോൾ ഈ ലോകത്തിൽ ഉണ്ടാവുള്ളൂ. അതിനു മുമ്പ് 10 ആത്മാക്കളെ 10 പേർക്ക് യേശുവിനെ രക്ഷ എത്തിച്ചു കൊടുക്കുവാൻ ഞാൻ ഇന്നൊരു തീരുമാനമെടുക്കുന്ന ഈശോയെ, അതിനുള്ളൊരു ശക്തിയും അഭിഷേകവും കൃപയും തന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Hallelujah, 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 hallelujah. എന്റെ രോഗകിടക്കയതിൽ എന്റെ സൗഖ്യപ്രദായകനേ, എന്റെ പാപസംഹാരകനേ, എന്റെ സർവ്വവും നീ മാത്രമേ. ഉയർത്തിക്കൊണ്ട് നമ്മുടെ എല്ലാ കുറവുകളും വേദനകളും മനസ്സിന്റെ ദുഃഖങ്ങളും ഭാരങ്ങളും എല്ലാ മനസ്സിന്റെ സങ്കടങ്ങളും തിരുസന്നിധിയിലേക്കൊന്ന് ഉയർത്തിക്കൊണ്ട് നമുക്കവനെ ആരാധിക്കാം. കർത്താവിനെ ആരാധിക്കുമ്പോഴാണ് അവിടുത്തെ ശക്തി നമ്മളിലേക്ക് ഒഴുകി വരിക. കരങ്ങൾ ഉയർത്തി നമുക്കൊന്ന് ആരാധിക്കാം. ഹല്ലേലൂയ. ഈ രാത്രിയിൽ സ്വർഗം നമ്മുടെ മേൽ വലിയ കരുണ ചൊരിയപ്പെടുന്ന രാത്രിയാണ്. അവിടുത്തെ സ്നേഹം നമ്മുടെ മേൽ ചൊരിയപ്പെടുന്ന നിമിഷങ്ങളാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
Hallelujah, rabba 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 rabba. Hallelujah, rabba 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 rabba. Hallelujah, rabba. എന്റെ വേദനയിൽ ആശ്വാസം നിന്റെ സാന്ത്വനമെന്നുമെന്നും എന്റെ രക്ഷകനാം യേശുവേ എന്റെ സങ്കേതം നീ മാത്രമേ എന്റെ വേദനയിൽ ആശ്വാസം എന്റെ സാന്ത്വനമെന്നുമെന്നും എന്റെ രക്ഷകനാം യേശുവേ എന്റെ സങ്കേതം നീ മാത്രമേ ആരാധ്യനേ സമാരാധ്യനേ ആരിലും ഉന്നതനായവനേ ആരാധിക്കുന്നു ഞാൻ നിന്നെ എന്നും ആയുസ്സിൻ നാളുകളെല്ലാം ഹൃദയപൂർവ്വം പാടിക്കേ ആരാധ്യനേ സമാരാധ്യനേ ആരിലും ഉന്നതനായവനേ ആരാധിക്കുന്നു ഞാൻ നിന്നെ എന്നും ആയുസ്സിൻ നാളുകളെല്ലാം ഹല്ലേലൂയ യേശുവേ നാഥനേ ഹല്ലേലൂയ എല്ലാ ഹൃദയങ്ങളും തുറക്കട്ടെ നിന്റെ നാഥൻ നിന്റെ സൗഖ്യദായകൻ നിന്റെ പാപവിമോചകൻ നിന്റെ രക്ഷകൻ നിന്റെ കർത്താവ് കടന്നു വരട്ടെ കടന്നു വരട്ടെ കടന്നു വരട്ടെ സൗഖ്യമായി സമാധാനമായി ആശ്വാസമായി രക്ഷയായി വിടുതലായി രാജാധിരാജൻ കടന്നു വരട്ടെ ആലെ 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 ഹല്ലേലൂയ ലാ 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 സുദാരാ ബല 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 ഹല്ലേലൂയ ലാ ബല 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 ഊരിയ ലാ 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 നിന്റെ വാഗ്ദാനത്താൽ നിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മ ശക്തിയാൽ മക്കളെ നിറയ്ക്കണമേ നിറയ്ക്കണമേ ഞങ്ങളുടെ എല്ലാ പ്രതികൂലങ്ങളുടെ മേലും ഞങ്ങളുടെ ജീവിതത്തിന് മുമ്പോട്ടുള്ള യാത്രയ്ക്ക് വിഘടമായി നിൽക്കുന്ന ചെങ്കടലിന്റെ മേൽ പരിശുദ്ധാത്മ ശക്തി കടന്നു വരട്ടെ ഞങ്ങളുടെ യാത്രയ്ക്ക് തടസ്സം നിൽക്കുന്ന ജെറിക്കോ കോട്ടകളുടെ മേൽ പരിശുദ്ധാത്മ ശക്തി കടന്നു വരട്ടെ ഞങ്ങളുടെ ജീവിതത്തെ കെട്ടിയിട്ടിരിക്കുന്ന എല്ലാ പൊട്ടക്കിണറുകളിലേക്കും പരിശുദ്ധാത്മ ശക്തി കടന്നു വരട്ടെ കർത്താവേ മരുഭൂമിയിൽ ഞങ്ങളെ കൃപാവരങ്ങൾക്ക് ക്ഷാമം നേരിടുന്ന സമയം ഞങ്ങൾ ഈ ലോക ജീവിതത്തിൽ ബുദ്ധിമുട്ട് നേരിടുന്ന മരുഭൂമിയിൽ പാറ പിളർന്ന് വെള്ളമൊഴുക്കിയ പരിശുദ്ധാത്മ ശക്തി കടന്നു വരട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ അന്ധന് കാഴ്ച കൊടുത്ത പരിശുദ്ധാത്മാവേ ജഗടിന് കേൾവി കൊടുത്ത പരിശുദ്ധാത്മാവേ ലാസറുടെ ജീവിതത്തെ ചീഞ്ഞളിഞ്ഞു പോയ ലാസറുടെ ജീവിതത്തെ കല്ലറയിൽ നിന്ന് പുറത്തുകൊണ്ട പരിശുദ്ധാത്മാവേ ഈ ദാസനിലേക്ക് കടന്നു വരട്ടെ നിന്റെ മക്കള് ലോകത്തിന് വലിയ സാക്ഷ്യമായി മാറട്ടെ വെളിച്ചമായി മാറട്ടെ വലിയ അടയാളങ്ങളായി മാറട്ടെ ആലെ 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 ഹല്ലേലൂയ ഹല്ലേലൂയ റബ റബ റ ഹല്ലേലൂയ റബ 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 ഹല്ലേലൂയ റ യാതൊരു കഴിവോ മണമോ ഗുണമോ പ്രത്യേകമായ എന്തെങ്കിലും സുഹൃതമോ ഇല്ലാതിരുന്ന 12 പൊട്ടന്മാരായിരുന്നവർ പരിപൂർണനായ ലോകത്തിൽ തിരസ്കരിക്കപ്പെട്ടവരായിരുന്നവർ അവരെ ആർക്കും വേണ്ടാത്തൊരു സമൂഹമായിരുന്നവർ ആ സമൂഹമായിരുന്നു പരിശുദ്ധാത്മാവ് വരാനുള്ള ഏറ്റവും വലിയ യോഗ്യത അതുകൊണ്ട് പ്രിയമുള്ളവരെ ലോകം കാണുന്ന യോഗ്യതയല്ല ദൈവത്തിൻ്റെ മുമ്പിലെ യോഗ്യത അതുകൊണ്ട് നമുക്കും നമ്മളുടെ കുറവുകളെയും പരിമിതികളെയും നമ്മുടെ ബലഹീനതകളെയും നമ്മുടെ ചില പോരായ്മകളെയൊക്കെ തിരുസന്നിധിയിലേക്കൊന്ന് ഉയർത്താം ആരാധിക്കണം
പരിശുദ്ധ അമ്മയോട് ചേർന്ന് അപ്പസ്തോലന്മാര് സെഹിയോൻ മാളികയിൽ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആ ശക്തി അവരിലേക്ക് വന്നത്. അവർക്കറിയാമായിരുന്നു അവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൗത്യം എന്താണെന്നും അത് നിർവഹിക്കാനുള്ള കഴിവില്ലാത്തവരാണെന്നും യാതൊരു യോഗ്യതയില്ലാത്തവരാണെന്നും വലിയ ബോധ്യമുണ്ടായിരുന്നുകൊണ്ട് അവർ ദൈവത്തിൽ ശരണപ്പെട്ടു. ഈ ശരണമാണ് നമുക്ക് വേണ്ടത്. കരങ്ങൾ ഒരിക്കൽ കൂടി ഉയർത്തി ദാഹത്തോടെ പ്രാർത്ഥിക്കണം. ഈശോയെ, ഒത്തിരി നാളായി ഞാൻ എൻ്റെ ജീവിതം തുഴഞ്ഞുകൊണ്ടിരിക്കുക, ജീവിത നൗക തുഴഞ്ഞുകൊണ്ടിരിക്കുക, എവിടെ എത്തുന്നില്ല, ഒന്നും ആർജിക്കുന്നില്ല, ഒന്നും നേടുന്നില്ല. എന്നാൽ നിന്റെ വചനവും സഭയും പറയാം, അതിസ്വാഭാവികമായൊരു ജീവിതത്തിലേക്കാണ് ഞങ്ങൾ വിളിക്കപ്പെട്ടത്. പക്ഷെ അതിസ്വാഭാവികത പോയിട്ട് സ്വാഭാവികമായിട്ടുള്ള പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. കർത്താവെ, സഹായിക്കണം. ഈ പെന്തക്കോസ്ത തിരുനാളിന് ഒരുങ്ങുന്ന ഞങ്ങളെ കരുണാപൂർവ്വം കടാക്ഷിക്കണം. നല്ല രീതിയിൽ ഒരുങ്ങുവാൻ, ആത്മാവിന്റെ പുത്രനൊരു ശക്തി പ്രാപിക്കുവാൻ, യേശുവിനെ പ്രഘോഷിക്കാനുള്ള തീരുമാനത്തോടെ നമുക്കൊരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ആരാധിക്കട്ടെ. ശക്തി കടന്നു വരട്ടെ. അവിടുത്തെ പരിശുദ്ധി നമ്മളിലേക്ക് ഒഴുകപ്പെടട്ടെ. അവിടുത്തെ സ്നേഹം നമ്മളിലേക്ക് ഒഴുകപ്പെടട്ടെ. പരിശുദ്ധൻ പരിശുദ്ധൻ, മഹത്വം തൻ നാമത്തിനു. വിശുദ്ധിയിൽ സമുന്നതനേ, വണങ്ങുന്നു തിരുസന്നിധി. പരിശുദ്ധൻ പരിശുദ്ധൻ, മഹത്വം തൻ നാമത്തിനു. വിശുദ്ധിയിൽ സമുന്നതനേ,
ആ നാമത്തെ ഒരിക്കൽ കൂടെ നമുക്ക് ഉയർത്താം. ഉയർത്തിയിടും ഞാൻ തിരുനാമമഖിലം, നീ മാത്രം യേശുവേ. കർത്താവേ, നിന്നെ മഹത്വപ്പെടുത്തുവാൻ, നിന്റെ നാമത്തെ പ്രഘോഷിക്കുവാൻ, നിന്നെ ഈ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ സത്യത്തിൽ ഞാൻ ഒന്നും തന്നെ ചെയ്യുന്നില്ല കർത്താവ്. എന്നിട്ടും നീ വലിയ കാരുണ്യത്തോടെ എന്നെ കാത്തു പരിപാലിക്കും കർത്താവേ. എനിക്കറിയാം എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും കുറെ കുറവുകളുണ്ട്, പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്നില്ല, വഴി മുമ്പോട്ട് വേണ്ട രീതിയിൽ പോകുന്നില്ല. അതിൻ്റെ കാരണം നിന്റെ ആത്മാവിൻ്റെ ശക്തിയുടെ ഒരു അഭാവമാണ്. അത് ഞാൻ ഇന്ന് തിരിച്ചറിയുന്നു. നിന്നെ പ്രഘോഷിക്കുന്നതിൽ വന്ന വീഴ്ച, നിനക്ക് സാക്ഷ്യം നൽകുന്നതിൽ വന്ന വീഴ്ചയാണ് ഞാൻ തിരിച്ചറിയുന്നത്. ഞാൻ തീരുമാനിക്കുന്ന കർത്താവേ, ഇന്നു മുതൽ നീ വാനമേഘങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് വരെ ഞാൻ നിന്നെ പ്രഘോഷിക്കും, ഞാൻ നിന്നെ മഹത്വപ്പെടുത്തും. ലോകത്തിൻ്റെ അതിർത്തി വരെ നിനക്ക് സാക്ഷ്യമായി ജീവിക്കാൻ ഞാൻ തയ്യാറാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കിരിക്കാം. പ്രിയമുള്ളവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. മുമ്പേത് കാലഘട്ടത്തേക്കാൾ ക്രിസ്തുവിനെ പ്രഘോഷിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിൽ വ്യക്തമാക്കിയ ദൈവത്തിൻ്റെ കരുണ, ഈ കരുണയാണ് ഇന്ന് ലോകം അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങൾക്കുമുള്ള സൊല്യൂഷൻ. ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഈ കരുണ, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയണം, ലോകം വലിയ പാപത്തിൻ്റെ അടിമത്തത്തിൽ ജീവിക്കുകയാണ്. വലിയ രീതിയിൽ പാപം വർദ്ധിക്കുകയാണ്. പാപം വർദ്ധിക്കുന്നിടത്ത് അതിലേറെ തിന്മകൾ, അസ്വസ്ഥതകൾ പെരുകിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ പാപത്തിൻ്റെ ഫലമായ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അസ്വസ്ഥതകൾക്കും ഈ പ്രശ്നങ്ങൾക്കൊക്കെയുള്ള ഏക സൊല്യൂഷൻ ദൈവത്തിൻ്റെ കരുണയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കരുണ ക്രിസ്തുവിലാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ കരുണയെ നമ്മൾ പ്രഘോഷിക്കണം. നമ്മൾ ഇത് പ്രഘോഷിക്കാത്തതിൻ്റെയൊക്കെ ഒരു വലിയ കുറവാണ്
ഇന്ന് ഈ തിന്മ ലോകത്തിൽ വർദ്ധിക്കുന്നതിൻ്റെ ഒരു കാരണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ വലിയ കാരുണ്യത്താൽ കഴിഞ്ഞൊരു 3-4 മാസം ഒരു 10,000-10,000 മക്കളിലേക്കെങ്കിലും ഈ ക്രിസ്തുവിനെ എത്തിക്കാൻ നമുക്ക് സാധിച്ചു. അത് ആ കരുണ, ആ ദൈവത്തിൻ്റെ ആ സ്നേഹവും കരുണയും അനുഭവിക്കാത്ത കോടിക്കണക്കിന് കുഞ്ഞുമക്കൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഇന്നത്തേക്ക് ഒരു ടീനേജേഴ്സിൻ്റെയൊക്കെ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ വളരെ ഭയാനകമാണ്, ദയനീയമാണ്. അവർക്ക് വിശ്വാസമില്ല, ജഡിക പാപങ്ങളിൽ ചെറിയ പ്രായത്തിൽ അവർ വീഴുന്നു. കഴിഞ്ഞ ദിവസം 9ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു പെൺകുട്ടി എൻ്റെ കൂടെ ഇരിക്കുകയാണ്. അവൾ 3 പ്രാവശ്യം 4 പ്രാവശ്യം അവളുടെ ബോയ് ഫ്രണ്ടുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞ കുട്ടിയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നൊരു കുടുംബത്തിലെ കുഞ്ഞാണ്. ഇതാണ് 8ാം ക്ലാസ് 9കാര പിള്ളേരുടെ അവസ്ഥ. അപ്പം ഞാൻ ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കുന്നു? നമുക്ക് 8ാം ക്ലാസ്സിലാണ്, ഇതെന്താന്ന് പോലും അറിയാൻ പാടില്ല. അപ്പോൾ പൊട്ടം കളിച്ച് നടന്നൊരു കാലഘട്ടമാണ്. ഇന്ന് ഈ കുഞ്ഞുങ്ങളുടെ എല്ലാം ഉള്ളിൽ സാത്താൻ നേരിട്ടാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെയൊക്കെ കാലത്തിൽ നമ്മുടെയൊക്കെ വീട്ടിൽ ഒരു ലെറ്റർ വരുന്നുണ്ടെങ്കിൽ, ഇപ്പം എൻ്റെ പേരിൽ 8ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ ഒരു ലെറ്റർ, അപ്പോൾ ലെറ്ററാണ് വരുന്നത്. പിന്നെ ഒരു ഫോണൊന്നും ഇല്ല, വളരെ കുറവാണ്. എന്തെങ്കിലും ലോകം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ മാതാപിതാക്കളിലൂടെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അവരറിയാതെ ഒരു സാധനം നമ്മളിലേക്ക് വരുന്നില്ല. ലെറ്റർ ഒന്ന് ആരുടെ ആദ്യം അവരാണ് പൊട്ടിച്ചു നോക്കണത്. ഇത് ആരാണ് ഇവനെ എഴുതണത്, ഇത് എവിടെ നിന്ന് വരുന്നുള്ള ആദ്യം അറിയുന്നത് നമ്മുടെ അപ്പനാണ് അല്ലെങ്കിൽ അമ്മയാണ്. അവരിലൂടെ മാത്രമേ അതുപോലെ നമ്മൾ ആരോടെ കളിക്കാൻ പോകുന്നു, നമ്മുടെ കൂട്ടുകാരൊക്കെയാണ്, ഇതൊക്കെ മാതാപിതാക്കളുടെ അറിവിൽ മാത്രമേ ഇതെല്ലാം സംഭവിച്ചിരുന്നു. പിന്നെ വളരെ രഹസ്യത്തിൽ ചില പാപങ്ങൾ നമ്മൾ ചെയ്തിരുന്നു. പക്ഷേ അടിസ്ഥാനപരമായി നമ്മുടെ മാതാപിതാക്കളിലൂടെയാണ് നമ്മളിലേക്ക് ഈ ലോകം കടന്നു വന്നിരുന്നുള്ളൂ. പക്ഷെ ഇന്നത്തെ തലമുറ, ഇന്നത്തെ ടീനേജേഴ്സിൻ്റെ ഉള്ളിലേക്ക് ലോകം ആരും അറിയാതെ കടന്നു വരികയാണ്. പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ, സോഷ്യൽ മീഡിയ, ഇൻ്റർനെറ്റ്, ഇത് 3ഉം ഈ പിള്ളേരുടെ കയ്യിലാണ്. അപ്പോൾ സാത്താൻ വളരെ വളരെ ബുദ്ധിപരമായിട്ടാണ് ഈ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് 8ാം ക്ലാസ് 7ാം ക്ലാസ് എത്തുമ്പോഴത്തേക്കും അവരൊക്കെ ഒരു ഭാര്യയും ഭർത്താവൊക്കെ ആയിട്ട് ജീവിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കൊക്കെ ജീവിച്ച് തുടങ്ങിക്കഴിയുകയാണ് നമ്മുടെ പിള്ളേരൊക്കെ. അപ്പോൾ ഇതൊക്കെ ഇവർക്ക് എവിടുന്ന് കിട്ടുന്ന ഈ അറിവ്? അത്രയും നമ്മളറിയാതെ ഈ കുഞ്ഞു ഹൃദയങ്ങളിലേക്ക് തിന്മ കടന്നു വരികയാണ്. അതാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഈവിൾ, ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്, ഇൻസ്റ്റഗ്രാം, വാട്സാപ്പ്, ഇതൊക്കെ പിള്ളേരുടെ ഉള്ളിലേക്ക് വരികയാണ്. അപ്പം മാതാപിതാക്കൾ അറിയുന്നില്ല ഇവർ ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്ന്. അപ്പം ഇങ്ങനെയൊരു വലിയ തലമുറ ഈ പിശാചിനാൽ ആക്രമിക്കപ്പെട്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെയാണ് നമ്മളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. നമ്മളൊക്കെ മുമ്പ് ഏത് കാലഘട്ടത്തേക്കാൾ ശക്തമായ രീതിയിൽ ഇറങ്ങി പുറപ്പെട്ടില്ലെങ്കിൽ ഒരു വലിയ തലമുറ നശിച്ചു പോകും. ഞാൻ ഇന്നലെ നമ്മുടെ മിനിസ്ട്രിയിലുള്ള ടീനേജേഴ്സ് പിള്ളേരുമായിട്ട് സംസാരിക്കുകയാണ്. ഇന്ന് ലോകത്തിലെ 18 രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ പ്രസിഡൻറ്റോ അല്ലെങ്കിൽ വൈസ് പ്രസിഡൻറ്റോ ആയിരിക്കുന്നത് ഇന്ത്യക്കാരാണ്. ബ്രിട്ടൻ തൊട്ട് അമേരിക്കയിലെ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ്, ഋഷി സുനക്, ഇങ്ങനെയുള്ള ആൾക്കാർ. ഒപ്പം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികൾ, ഗൂഗിൾ, ഫേസ്ബുക്ക്, ഇങ്ങനത്തെയൊക്കെയുള്ള സിഇഒമാരായിരിക്കുന്നത് ഇന്ത്യക്കാരാണ്. നാസ എന്ന് പറയുന്ന സ്പേസിനെ കുറിച്ച് പഠിക്കുന്ന സ്ഥാപനത്തിലെ 27% തൊഴിലാളികൾ ഇന്ത്യക്കാരാണ്. സിലിക്കൺ വാലി എന്ന് പറയുന്ന നമ്മുടെ ഇൻഫോ പാർക്ക് പോലത്തെ ലോകത്തിൻ്റെ IT ഹബ്ബാണ്. അവിടുത്തെ 34% തൊഴിലാളികൾ ഇന്ത്യക്കാരാണ്. എന്തുകൊണ്ടാണ് ഇന്ന് ഈ അമേരിക്കയിലും യൂറോപ്പിലും ഇന്ത്യക്കാരിങ്ങനെ കയറി വരുന്നത്? ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, അതിനകത്ത് മത്തായും ചാക്കോയും കുര്യനൊന്നും ഇല്ല.
അത് സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവരാണ്. അവരാണ് ഈ 34% ഡിസെൻഡൻസാണ്. അല്ലാതെ ഇന്ത്യക്കാരെന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുക എൻ്റെ മരുമോനും എൻ്റെ കൊച്ചുമോനൊക്കെ അവിടെ സിലിക്കൻ വാലിയിലുണ്ടെന്ന് വിചാരിക്കുക. അവരൊക്കെ ഇങ്ങനെ അമേരിക്കയിലെ ഏതോ ഒരു കമ്പനിയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ടോപ്പ് ലെവലിൽ നിൽക്കുന്നവർ മുഴുവനും സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവരാണ്. എന്തുകൊണ്ടാണ് ഈ അമേരിക്കയിൽ പോയി ഈ ഇന്ത്യക്കാരിങ്ങനെ അതിസ്വാഭാവികമായൊരു തലത്തിലേക്ക് വളരുന്നത്? അതിൻ്റെ കാരണം അമേരിക്കയിലെ കുഞ്ഞുങ്ങൾ കഴിഞ്ഞ തലമുറയിൽ ഇതുപോലെ ആക്രമിക്കപ്പെട്ടു. അവരുടെ ജീവിതത്തിലേക്ക് ഈ തിന്മ കടന്നു വന്നതാണ്. അതിനവർ പറയുന്നൊരു പേരാണ് ഫ്രീഡം. സ്വാതന്ത്ര്യം വേണം ഞങ്ങൾക്ക്. അങ്ങനെ സ്വാതന്ത്ര്യം എന്ന വാക്കിൻ്റെ അർത്ഥം ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ കബളിപ്പിക്കപ്പെട്ടാണ് സ്വാതന്ത്ര്യം. മനുഷ്യൻ സ്വാതന്ത്ര്യം തേടിയിട്ടാണ് ആദ്യത്തെ പഴം കഴിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് ദൈവത്തെ തിരസ്കരിക്കുന്നത്. സ്വാതന്ത്ര്യം എന്താണെന്ന് തിരിച്ചറിയാത്ത ആദ്യ മനുഷ്യൻ അവൻ വിചാരിച്ചു അവന് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യുന്നതും അവന് സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ പേരാണ് സ്വാതന്ത്ര്യമെന്ന് മനുഷ്യൻ തെറ്റിദ്ധരിച്ചതിൻ്റെ ഫലമാണ് ആദ്യ കുടുംബത്തിൻ്റെ തകർച്ചയും ആദ്യ പാപവും. ഇന്നും അതേ തിന്മ തന്നെയാണ് സാത്താൻ പ്രവർത്തിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയാണ്, ബി ഇൻഡിപെൻഡൻറ്റ്, ഡോണ്ട് ഡിസ്കസ് വിത്ത് യുവർ ഫാദർ ആൻഡ് മദർ. നിങ്ങൾ കാണുന്നതും കേൾക്കുന്ന കാര്യങ്ങളും മാതാപിതാക്കളുമായിട്ട് പങ്കുവെക്കരുത്. കാരണം നിങ്ങളുടെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടും. നിങ്ങൾക്കിതുപോലെ അടിച്ചു പൊളിച്ച് ജീവിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ പിള്ളേരൊക്കെ ഇങ്ങനെ രഹസ്യത്തിലാണ്. കാരണം നമ്മളോടിത് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടും. അങ്ങനെ ഏദൻ തോട്ടത്തിൽ ആ പഴം കഴിച്ചാൽ നിങ്ങൾ മരിക്കുമെന്ന് ദൈവം പറഞ്ഞു. സാത്താൻ വന്നിട്ട് പറഞ്ഞു, മരിക്കില്ല, നിങ്ങൾ അതിസ്വാഭാവികമായൊരു തലത്തിലേക്ക് നിങ്ങൾ വളരാൻ പോവാണ്. അങ്ങനെ നിങ്ങൾ ഏദൻ തോട്ടത്തിൻ്റെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയാണ് ജീവിതത്തിൻ്റെ സന്തോഷം മുഴുവൻ നിൽക്കുന്നതെന്നാണ് പറയും. ഈ ആദത്തിൻ്റെ പ്രതിപുരുഷനാണ് ധൂർത്തനായ പുത്രൻ. അവൻ അപ്പനോട് പറയാം, എനിക്ക് സ്വാതന്ത്ര്യം വേണം, എനിക്കിവിടെ നിന്ന് ശരിയാവില്ല, എനിക്കിങ്ങനെ കെട്ടിപ്പൂട്ടി നിൽക്കുന്നത് ഇഷ്ടമല്ല, എനിക്ക് ജീവിതം ആസ്വദിക്കണം, ഈ ജീവിതം കുറെ കൂടി സന്തോഷിക്കാനുള്ളതാണ്. അങ്ങനെ അവനും സ്വാതന്ത്ര്യം എന്താണെന്ന് മനസ്സിലാകാതെ സ്വാതന്ത്ര്യം തേടിപ്പോയവനാണ്. ഇവർ രണ്ടുപേരും എത്തിയ സ്ഥലം വചനം എഴുതി വെച്ചിട്ടുണ്ട്. ഒരുവൻ പറുദീസയുടെ പുറത്തുമായി, വേറൊരുത്തൻ പന്നിക്കുഴിയിലും എത്തി. ഇന്ന് അമേരിക്കയിലെ ടീനേജേഴ്സ് എല്ലാം ഈ തവിടും പിണ്ണാക്കും തപ്പി നടക്കുമ്പോഴാണ്, അവർ ഈ പന്നിക്കുഴിയുടെ കൂടെ ആസ്വദിച്ച് നടക്കുമ്പോഴാണ് സനാതനധർമ്മത്തിൽപ്പെട്ട ഇന്ത്യക്കാരൻ അമേരിക്കയും ഇംഗ്ലണ്ടും ഭരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വാതന്ത്ര്യം എന്താണെന്ന് മനസ്സിലാകാതെ വിഡ്ഢികളാക്കപ്പെട്ടിരിക്കുന്ന ഒരു ക്രൈസ്തവ സമൂഹം. ആ സമൂഹത്തിനെ ഇന്ന് മറ്റുള്ള ജനതകളും ജാതികളും ഭരിക്കുകയാണ്. ഈ സ്ഥാനം ഇന്ന് നമ്മുടെ മക്കളിലേക്ക് വരാൻ പോവാണ്. മനസ്സിലായില്ലേ? ഇന്ന് നമ്മുടെ മക്കൾ ഇതുപോലെയാണ്. അറിഞ്ഞുകൂടാ എന്താണ് സ്വാതന്ത്ര്യം എന്ന് അറിഞ്ഞുകൂടാ. എന്താ സ്വാതന്ത്ര്യം? ദൈവത്തിനും ദൈവഹിതത്തിനും നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം വരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് ആ കുഞ്ഞിന് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം എപ്പോഴാണ് വരിക? അവരുടെ മാതാപിതാക്കൾക്ക് അവരുടെ ജീവിതത്തെ സമർപ്പിക്കുന്നിടത്താണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം ഒരു കുഞ്ഞ് അനുഭവിക്കുക. എന്നാൽ സാത്താൻ ഏദൻ തോട്ടം മുതൽ പറഞ്ഞിരിക്കുന്ന നുണയാണ്, നിങ്ങൾ ദൈവപിതാവിൽ നിന്ന് മാറി ജീവിക്കുക, ദൈവപിതാവിൻ്റെ അടിമത്തത്തിൽ നിന്ന് മാറി. ഇത് അടിമത്തമാണെന്നാണ് പറയുന്നത്. ഇത് അടിമത്തമല്ല, ഇത് സ്വാതന്ത്ര്യത്തിലേക്കുള്ള സമർപ്പണമാണ്. അതുകൊണ്ട് വലിയൊരു തലമുറ ഇന്ന് ഇതേപോലെ ആക്രമിക്കപ്പെട്ട് ശിഥിലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെയാണ് നമ്മൾ ഈ സുവിശേഷം പ്രഘോഷിക്കേണ്ടതിൻ്റെ ആവശ്യകത. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, പാപം അത്രമാത്രം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മുമ്പേത് അതിൻ്റെ പരിണിത ഫലങ്ങൾ അനുഭവിക്കാം. പല കുടുംബങ്ങളും പല മാതാപിതാക്കളൊക്കെ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിനുള്ളൊരു പരിഹാരമാണ് ആര്? യേശുവിനെ നമ്മൾ കൊടുക്കുക, യേശുവിനുള്ള രക്ഷ. സത്യം നമ്മൾ പ്രഘോഷിക്കണം. ഇവരെല്ലാം വലിയ നുണയാണ് ഈ പിള്ളേരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ സത്യമാണെന്ന് വിചാരിച്ച് പലതും അവർ സ്വീകരിക്കുകയാണ്. സ്നേഹം എന്താ നമ്മുടെ പിള്ളേർക്ക് അറിഞ്ഞുകൂടാ, സത്യം എന്താണെന്ന് അറിഞ്ഞുകൂടാ, ദൈവമാരാണെന്ന് അറിഞ്ഞുകൂടാ.
അപ്പം ഇങ്ങനത്തെയൊക്കെ എല്ലാം തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പം ഇവിടെയാണ് നമ്മൾ ഒരു പെന്തക്കൊസ്താ തിരുനാളിന് ഒരുങ്ങുമ്പോൾ നമ്മളെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുവാൻ സ്വർഗം തയ്യാറാണ്. ഹല്ലേലൂയ. പക്ഷേ എന്തിനാണ് പരിശുദ്ധാത്മാവിനെ നിറയ്ക്കുന്നതെന്നുള്ളതാണ്. മുമ്പ് ഏത് കാലഘട്ടത്തേക്കാൾ യേശുവിനെ പ്രഘോഷിക്കേണ്ട, യേശുവിന് സാക്ഷ്യം നൽകേണ്ട ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. നമ്മളതിന് തയ്യാറാണോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്ലീഹന്മാരിൽ നിറഞ്ഞതുപോലെ ഞങ്ങളിൽ വന്ന് നിറയണമെന്ന് നമ്മൾ പാട്ട് പാടാറുണ്ട്. ഈ ശ്ലീഹന്മാരിൽ എന്തുകൊണ്ട് നിറഞ്ഞു എന്നുള്ള കാര്യം നമ്മളറിയില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പറയാണ്, യേശു ക്രിസ്തുവിനോടുള്ള ഐക്യം വഴി ലഭിക്കുന്ന ജീവൻ, അതായത് നിത്യജീവൻ നമ്മൾ പ്രഘോഷിക്കേണ്ടത് അതിന് വേണ്ടിയിട്ടാണ്. ഈ ലോകമിങ്ങനെ ചൂടും വെന്ത് ഉരുകുമ്പോൾ സ്വർഗം നമ്മൾക്കൊരു കാര്യം പറയുന്നത് എന്താണ്? നമ്മളൊക്കെ വളരെ അസ്വസ്ഥരാണ് അല്ലേ? മേളിൽ ബോംബ് പൊട്ടാൻ പോകുന്നു, യുദ്ധമുണ്ടാകാൻ പോകുന്നു, ചൂട് വർദ്ധിക്കുന്നു, വെള്ളം തീരാൻ പോകുന്നു, ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മൾ വളരെ അസ്വസ്ഥരാണ്. നിങ്ങൾ അസ്വസ്ഥരാണോ? നിങ്ങൾക്ക് പിന്നെ അങ്ങനെ അസ്വസ്ഥതയൊന്നും ഇല്ലെന്ന് തോന്നുന്നില്ലേ? ലോകത്തിലെല്ലാവരും അസ്വസ്ഥരാണ്. പക്ഷെ നമുക്ക് വലിയ സന്തോഷമാണ് അതുകൊണ്ടുണ്ടാകേണ്ടത്. അതെന്തിനാണാവോ? ഇങ്ങനെ ഈ ലോകത്ത് ചൂട് കൂടുന്നു, ഭൂമി വരണ്ടു പോകുന്നു, ഇങ്ങനെ ഭൂമിയിലെ സംഗതികളൊക്കെ പതുക്കെ പതുക്കെ നശിച്ചുകൊണ്ടിരിക്കുന്നു, മനുഷ്യജീവിതം ഭൂമിയിൽ ദുരിതപൂർണമാകുന്നു. അപ്പോൾ ഒരു ക്രിസ്ത്യാനി വളരെ സന്തോഷിക്കുകയാണ്. നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? ഇല്ല. ഞാൻ വളരെ സന്തോഷിക്കുകയാണ്. കാരണം എന്താ? എൻ്റെ പ്രത്യാശയുടെ ഉത്തരം ലഭിക്കാൻ പോവുകയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷാത്കാരം നടക്കാൻ പോവുകയാണ്. എന്നോട് തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് നശ്വരമായ ലോകമാണ്, ഇവിടെയല്ല നിൻ്റെ ജീവിതം നയിക്കേണ്ടത്, ഈ ലോകത്തിന് വേണ്ടിയിട്ടല്ല നീ അധ്വാനിക്കേണ്ടത്, നിനക്ക് മറ്റൊരു ലോകമുണ്ട്, ഇത് നശിക്കാനുള്ള ലോകമാണെന്ന് കുറേ കൂടി വ്യക്തമായിട്ട് ദൈവം നമുക്ക് തരുന്ന മുന്നറിയിപ്പാണെന്നും നിനക്ക് അനശ്വരമായൊരു ലോകമുണ്ടെന്നുള്ളതിൻ്റെ ഉറപ്പും കൂടിയാണ് ഈ കാണുന്ന കാര്യങ്ങളും. ഹല്ലേലൂയ. അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രത്യാശയുടെ അടയാളമാണ്. പക്ഷേ ലോകത്തിനെ സംബന്ധിച്ച് ഇത് ഭയത്തിൻ്റെയും ആകുല. ഈ വർഷം 45 അടുത്ത വർഷം 55 നമ്മൾ എങ്ങനെ ജീവിക്കും ഇപ്പോഴേ ആൾക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് അതൊരു വിഷയമല്ല. കാരണം ഈ ലോക ജീവിതത്തിന് വേണ്ടിയിട്ട് വിളിക്കപ്പെട്ടവരല്ല നമ്മൾ. അതുകൊണ്ട് നമ്മളുടെ വിളിയെയും തിരഞ്ഞെടുപ്പിനെയും ഒരു പരിധി കൂടി, നമ്മുടെ വിശ്വാസത്തെ ഒരു സ്റ്റെപ്പ് കൂടി കൂടുതൽ ആഴപ്പെടുത്താനാണ് ഇതെല്ലാം സഹായിക്കുന്നത്. അത് സഹായിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ വിശ്വാസത്തെ പ്രഘോഷിക്കാനും നമ്മൾ തയ്യാറാകേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ഇതൊക്കെ നമ്മുടെ വിശ്വാസത്തെ പ്രഘോഷിക്കാനുള്ള ഒരു വഴി കൂടിയാണ്. കാരണം ജനങ്ങളിങ്ങനെ നെട്ടോട്ട ഓടുകയാണ്, എന്ത് ചെയ്യുന്ന കറ. അപ്പോഴൊക്കെയാണ് നമ്മൾ കൂടുതൽ വ്യക്തമായിട്ട് പറയണം. അപ്പം ഈ നിത്യജീവിതത്തെക്കുറിച്ചൊക്കെ പൗലോസ്ലീഹയൊക്കെ എത്ര വ്യക്തമായിട്ടാണ് യേശു ക്രിസ്തുവിനോടുള്ള ഐക്യം വഴി ലഭിക്കുന്ന ജീവനെ സംബന്ധിക്കുന്ന വാഗ്ദാനമനുസരിച്ച് ദൈവഹിതത്താൽ യേശു ക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായ പൗലോസ്, എന്തൊരു അഭിമാനത്തോടെയാണ് പൗലോസിനൊക്കെ പറയുന്നത്. ഞാൻ പൗലോസ്ലീഹ എന്നൊക്കെ പറഞ്ഞാൽ മതി അല്ലേ? തിമോത്തിയോസിനൊക്കെ എഴുതുമ്പോൾ അല്ലെങ്കിൽ മറ്റ് സഭകൾക്ക് എഴുതുമ്പോൾ ഞാൻ പൗലോസ് എന്ന് പറഞ്ഞാൽ എഴുതിയാൽ മതിയത്. അങ്ങനെയല്ല പറയണത്. ഹൂ ആം ഐ, എന്തൊരു ക്ലാരിറ്റിയാണ് അല്ലേ? യേശു ക്രിസ്തുവിനുള്ള ഐക്യം വഴി ലഭിക്കുന്ന നിത്യജീവനെ സംബന്ധിക്കുന്ന വാഗ്ദാനം അനുസരിച്ച് ദൈവഹിതത്താൽ യേശു ക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായവൻ ഓരോ ക്രിസ്ത്യാനിയും പറയേണ്ടതാണ്. ഇതൊക്കെ പറയാൻ നമുക്കിപ്പോഴും നാണമാണ്. ഇതാണ് നമ്മുടെ പ്രശ്നം അല്ലേ? എന്നിട്ട് പൗലോസ്ലീഹ പറയാണ് 7-ാമത്തെ വചനം, എന്തെന്നാൽ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞോളെ, ഈ പരിശുദ്ധാത്മാവ് എന്തിനാണ് നൽകുന്നത്? എന്തുകൊണ്ടാണ് നമ്മളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നില്ല? കാരണം ഈ കാലഘട്ടം നമ്മൾ മനസ്സിലാക്കണം, യേശുക്രിസ്തുവിനെ ലോകം ഒന്നിച്ച് എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. യേശു ലോകത്തിലെ ഏക രക്ഷകൻ, ഏക ദൈവം എന്ന വലിയ സത്യത്തിനെ ലോകം എല്ലാവരോടും ഒന്നിച്ച് ആക്രമിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഈ സത്യത്തിന് സാക്ഷ്യം നൽകാൻ നമുക്ക് ഒരു എക്സ്ട്രാ ഓർഡിനറി ധൈര്യം വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ യേശുവിനെ പ്രഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവിനെ തരുന്നത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയാ, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്,
എന്താണ് ഭയം? നമുക്കെന്താ ഭയം? 8-ാമത്തെ വചനം പറയാം, നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്, അവൻ്റെ തടവുകാരനായ എന്നെ പ്രതി നീ ലജ്ജിതനാകരുത്. കാരണം ഈ ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്നതുകൊണ്ടാണ് എന്നെ പിടിച്ച് ജയിലിലിട്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് നീ ലജ്ജിതനാകരുത്, നീ ദുഃഖിതനാകരുത്. കാരണം ഇവിടെ നീ ഭയപ്പെടരുത്. ഇന്ന് ഈ ഭയം നമുക്കുണ്ട്. ഇന്ന് ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിൽ അനേകം മക്കൾ ജയിലിൽ കിടക്കുകയാണ്. അനേകം പാസ്റ്റർമാർ, അനേകം വൈദികർ ക്രിസ്തുവിനെ പ്രഘോഷിച്ചതിൻ്റെ രീതിയിൽ ആ ഒറ്റ പേരിൽ ജയിലിലിട്ടിരിക്കുകയാണ്. കള്ളക്കേസുകൾ പറഞ്ഞു, അതായത് മതപരിവർത്തനം. ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന മതപരിവർത്തനമൊന്നുമല്ല, പക്ഷെ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നത് തന്നെ ഇന്ന് മതപരിവർത്തനമാക്കിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ലോകം എതിർത്തുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ നീ പേടിച്ചിരിക്കരുത്. ഹല്ലേലൂയ. പോരാ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഭയം നിന്നിൽ കടന്നു വരാൻ നീ അനുവദിക്കരുത്. നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നത് നീ ലജ്ജിക്കരുത്, അവൻ്റെ തടവുകാരനായി എന്നെ പ്രതി നീ ലജ്ജിതനാകരുത്. ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ്റെ സുവിശേഷത്തെ പ്രതിയുള്ള ക്ലേശങ്ങളിൽ നീയും പങ്കുവഹിക്കുക. ഇനിയുള്ള കാലങ്ങളിൽ ഈ സുവിശേഷത്തെ പ്രതി ഉണ്ടാകുന്ന ക്ലേശങ്ങൾ, ദുരിതങ്ങളിൽ പങ്കുവഹിക്കാൻ പറ്റുന്നവൻ മാത്രം പെന്തക്കോസ്ത തിരുനാളിന് വേണ്ടി ഒരുങ്ങിയാൽ മതി. അല്ലാത്തൊരു ഒരുങ്ങേണ്ട കാര്യമില്ല. ഇറ്റ് ഈസ് എ വേസ്റ്റ് ഓഫ് ടൈം. അപ്പോൾ ഇങ്ങനെ ക്രിസ്തുവിന് സാക്ഷ്യം നൽകുവാനും സുവിശേഷം പ്രസംഗിക്കാനും അത് ചെയ്യുമ്പോഴുണ്ടാകുന്ന ക്ലേശങ്ങളും ദുരിതങ്ങളും സഹിക്കാൻ നീ തയ്യാറുണ്ടെങ്കിൽ മാത്രം നീ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. അല്ലെങ്കിൽ വെറുതെ സമയം കളയേണ്ട കാര്യമില്ലെന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് അവൻ്റെ തടവുകാരൻ എന്നിട്ട് പറയണം, അവിടുന്ന് നമ്മെ രക്ഷിക്കുകയും വിശുദ്ധമായ വിളിയാൽ നമ്മെ വിളിക്കുകയും ചെയ്തിരിക്കുന്നു. അത് നമ്മുടെ പ്രവർത്തികളുടെ ഫലമായിട്ടല്ല, അവിടുത്തെ സ്വന്തം ഉദ്ദേശത്തെ മുൻനിർത്തിയും യുഗങ്ങൾക്ക് മുൻപ് യേശുക്രിസ്തുവിൽ നമുക്ക് നൽകിയ കൃപാവരം അനുസരിച്ചുമാണ്. ഈ കൃപാവരം നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനത്തിൽ നമുക്ക് പ്രത്യക്ഷീഭവിച്ചിരിക്കുന്നു. അവൻ മരണത്തെ ഇല്ലാതാക്കുകയും തൻ്റെ സുവിശേഷത്തിലൂടെ ജീവനും അനശ്വരതയും വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഈ സുവിശേഷത്തിൻ്റെ പ്രഘോഷകനും അപ്പസ്തോലനും പ്രബോധകനുമായി ഞാൻ നിയമിതനായിരിക്കുന്നു. ഹല്ലേലൂയ. എന്തിനാണ് പൗലോസ് നിയമിച്ചിരിക്കുന്നത്? ഈ നിത്യജീവിതത്തിൻ്റെ അനശ്വരതയുടെ ഇതിനെക്കുറിച്ച് വെളിപ്പെടുത്തുവാൻ, ക്രിസ്തുവിൽ വ്യക്തമാക്കിയ നിത്യജീവനെക്കുറിച്ച് വെളിപ്പെടുത്തുവാൻ ഉള്ള സുവിശേഷത്തിൻ്റെ പ്രഘോഷകനും അപ്പസ്തോലനും പ്രബോധകനുമായി ഞാൻ നിയമിതനായിരിക്കുന്നു. ഇക്കാരണത്താലാണ് ഞാനിപ്പോൾ ഇവയെല്ലാം സഹിക്കുന്നത്, ഞാനതിൽ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ ആരിലാണ് ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. പ്രിയ സഹോദരങ്ങളെ, പൗലോസ്ലീഹ തൻ്റെ സഹനത്തെക്കുറിച്ച് പറയുകയാണ്, താൻ അനുഭവിക്കുന്ന വേദനകളെക്കുറിച്ച് പറയുകയാണ്. എന്തിനാണ് പൗലോസ്ലീഹ വേദനിക്കുന്നത്? ക്രിസ്തുവിൽ വ്യക്തമാക്കിയ നിത്യജീവിതത്തെക്കുറിച്ചുള്ള സുവിശേഷം പ്രസംഗിച്ചതിനെ പ്രതിയും അതിൻ്റെ പ്രബോധകനും പ്രഘോഷകനും അപ്പോസ്തലനുമായതുകൊണ്ടാണ് പൗലോസ്ലീഹ കഷ്ടം അനുഭവിക്കുന്നത്. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടം എന്താണെന്ന് ആലോചിച്ച് നോക്കണം, നല്ലതാണ്. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സുവിശേഷം പ്രസംഗിക്കാത്തതിൻ്റെ ദുരിതങ്ങളാണ്. ഈ ദുരിതങ്ങൾ നമ്മൾ വഹിക്കേണ്ടവരല്ല. ഇതല്ല നമ്മൾ വഹിക്കേണ്ട കഷ്ടപ്പാടും വേദനകളും. പട്ടിണി, ദാരിദ്ര്യം, കുടുംബത്തിലെ കലഹം, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള തല്ലുപിടുത്തം, പാപത്തിൻ്റെ അടിമത്തം, രോഗങ്ങൾ, ദുരിതങ്ങൾ, ഇതൊന്നുമല്ല ഒരു ക്രിസ്ത്യാനി അനുഭവിക്കേണ്ട സഹനങ്ങൾ. ഹല്ലേലൂയ. നമുക്കൊരു സഹനമേ ഉള്ളൂ. എന്താണ്? ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നത് വഴിയുള്ള സഹനങ്ങൾ. ഈ സഹനമാണ് നമ്മൾ ഒരിക്കലും. ഇത് പ്രഘോഷിക്കാത്തത് കൊണ്ടാണ് ബാക്കിയെല്ലാം മാറണം നിങ്ങളുടെ വീട്ടിൽ കൂടെ കയറി ഇറങ്ങി നടക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് സമയമായി മക്കളെ, ഉണരുക. സഭ മുമ്പ് ഏത് കാലഘട്ടത്തേക്കാൾ തീക്ഷ്ണതയോടെ തീവ്രതയോടെ നമ്മൾ ക്രിസ്തുവിനെ പ്രഘോഷിക്കേണ്ടിയിരിക്കുന്നു. എന്നിട്ട് കാറ്റക്കിസം നമ്മളോട് പറയാണ്, ഇതിനെയാണ് നമ്മൾ ഗ്രേസ് എന്ന് പറയുക. അപ്പോൾ ഈ കൃപ നമ്മളിൽ
സ്വന്തമാകണമെന്നുണ്ടെങ്കിൽ സഭയും നമ്മളോട് പറയുകയാണ് എന്ത് ചെയ്യണം. നമ്മൾ പരിശുദ്ധാത്മാവ് ആന്തരിക ഗുരുവാണ്. ആന്തരിക മനുഷ്യന് ജന്മം നൽകിക്കൊണ്ട് നീതീകരണം, സമ്പൂർണ്ണ മനുഷ്യൻ്റെ വിശുദ്ധീകരണം ഉൾപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ വിശുദ്ധീകരിക്കുന്നൊരു ശക്തിയാണ്, നമ്മളിൽ ക്രിസ്തുവിനെ രൂപപ്പെടുത്തുന്ന ശക്തിയാണ്, ഒപ്പം ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനുള്ള അടയാളങ്ങൾ വരദാനങ്ങളാൽ നമ്മളെ നിറയ്ക്കുന്ന ശക്തി കൂടിയാണ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രഥമമായ ദൗത്യം എന്ന് പറയുന്നത് നമ്മളിൽ ക്രിസ്തുവിനെ രൂപപ്പെടുത്തുക, സഭയാകുന്ന ക്രിസ്തുവിൻ്റെ മൗതിക ശരീരത്തെ പടുത്തുയർത്തുക. ഹല്ലേലൂയ. 2 ഉത്തരവാദിത്തങ്ങളാണ് പരിശുദ്ധാത്മാവുള്ള. ഈ 2 ഉത്തരവാദിത്തം ചെയ്യുന്നവരിലേ പരിശുദ്ധാത്മാവ് വരുള്ളൂ. അപ്പം അതുകൊണ്ട് ഒന്ന്, നമ്മൾ ക്രിസ്തുവിൽ പൂർണ്ണത പ്രാപിക്കാനുള്ള വലിയൊരു ദാഹവും ഒരു അഭിനിവേശം നമുക്കുണ്ടാവണം. ഈ ലോകത്ത് കുറേ കൂടി എന്തെങ്കിലും നേടാനുള്ള അഭിനിവേശമല്ല, ഈ ലോകത്ത് മറ്റുള്ളവരെക്കാൾ വലിയവനാകാനുള്ള അഭിനിവേശമല്ല, ക്രിസ്തുവിൽ പൂർണ്ണത പ്രാപിക്കാൻ. ഇനി കുറച്ച് നാളേ ഉള്ളൂ ഈ പൂർണ്ണത പ്രാപിക്കാനായിട്ട്. ഈ കുറഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മളിൽ ത്വരിതപ്പെടുത്തുന്ന ഒരു ശക്തിയാണ് പരിശുദ്ധാത്മൻ്റെ പ്രവർത്തനം. ത്വരിതപ്പെടുത്തും. അപ്പോൾ ഈ പ്രവർത്തനം ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിന് മുമ്പ് ഈ ലോകത്തിൽ മനുഷ്യൻ്റെ രൂപപ്പെടുത്ത പരിശുദ്ധാത്മ ആവശ്യമാണ്. അപ്പം അതിനുവേണ്ടി പരിശുദ്ധാത്മ നമ്മളിൽ പ്രവർത്തിക്കും. 2, ഈ ക്രിസ്തുവിനെ സഭയെ പടുത്തുയർത്തുക. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എന്നാണ്. സഭ കാറ്റഗിസം 1996 ഖണ്ഡികയിൽ പറയാണ്, നമ്മുടെ നീതീകരണം ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് വരുന്നു. ദൈവമക്കളും ദത്തുപുത്രരും ദൈവപ്രകൃതിയുടെ നിത്യജീവൻ്റെയും പങ്കാളികളുമായി തീരാനുള്ള തൻ്റെ വിളിക്ക് പ്രത്യുത്തരം നൽകുവാൻ ദൈവം നൽകുന്ന ആനുകൂല്യമാണ്, സൗജന്യപരമായ സഹായമാണ് ഈ കൃപാവരം. ഈ ഗ്രേസ് എന്ന് പറഞ്ഞ പരിശുദ്ധാത്മ ശക്തിയാണ്. ഇതെന്തിനാണ് വരുന്നതെന്ന് കൃത്യമായിട്ട് പറയുകയാണ്. നമ്മുടെ നീതീകരണം ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് വരുന്നു. ദൈവമക്കളും ദത്തുപുത്രരും ദൈവപ്രകൃതിയുടെയും നിത്യജീവൻ്റെയും പങ്കാളികളുമായി തീരാനുള്ള തൻ്റെ വിളിക്ക് പ്രത്യുത്തരം നൽകുവാൻ ദൈവം നൽകുന്ന ആനുകൂല്യമാണ് ഈ പരിശുദ്ധാത്മ ശക്തി. അപ്പോൾ 2, അപ്പോൾ ഇതിനാണ് നമ്മൾ ഒരുങ്ങേണ്ടത്. 2003 ഖണ്ഡിക പറയുന്നു, കൃപാവരം, ഈ ശക്തി പ്രഥമവും പ്രധാനവുമായി നമ്മെ നീതീകരിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്. അതാണ് ഗ്രേസ് എന്ന് പറയുന്നത്. എന്നാൽ തൻ്റെ പ്രവർത്തനത്തോട് നമ്മെ ബന്ധപ്പെടുത്തുന്നതിനും മറ്റുള്ളവരുടെ രക്ഷയ്ക്കായുള്ള അവിടുത്തെ പ്രവൃത്തിയിലും സഭയാകുന്ന ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ വളർച്ചയിലും സഹകരിക്കുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ദാനങ്ങളെയും കൃപാവരം ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ ഒന്ന്, നമ്മുടെ വിശുദ്ധീകരണത്തിനാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുക, നമ്മളിൽ ക്രിസ്തുവിനെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. 2, തൻ്റെ പ്രവർത്തനത്തോട് നമ്മെ ബന്ധപ്പെടുത്തുന്നതിനും മറ്റുള്ളവരുടെ രക്ഷയ്ക്കായുള്ള അവിടുത്തെ പ്രവൃത്തി, അതായത് അവിടെ എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ പ്രവൃത്തിയിൽ പങ്കുകാരാക്കുന്നതിനും സഭയാകുന്ന ക്രിസ്തുവിൻ്റെ ശരീരത്തെ പടുത്തുയർത്തുന്നതിനും വളർത്തുന്നതിനും സഹകരിക്കുന്നതിനു വേണ്ടി പരിശുദ്ധാത്മ നമ്മളെ സഹായിക്കുന്നതെന്ന് പറയാം. അപ്പം ഈ 2 കാര്യങ്ങൾ നമ്മളിൽ മുമ്പ് ഏത് കാലഘട്ടത്തേക്കാൾ ശക്തമായി ഉണ്ടാകാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോഴാണ് നമ്മൾ ആ പാട്ട് പാടുമ്പോഴൊക്കെ അർത്ഥമുണ്ടാകുക. സ്ലീഹന്മാരിൽ നിറഞ്ഞതുപോലെ എന്നിൽ വന്ന് നിറയണമേ എന്ന്, അല്ലേ? നമുക്ക് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് വളരെ സൗജന്യമായിട്ട് നൽകപ്പെടുന്നതാണ് ഈ പരിശുദ്ധാത്മശക്തി. പക്ഷേ പൗലോസ് ശ്ലീഹ നമ്മളൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഇന്ന് ലോകത്തിൽ ദൈവത്തിൻ്റെ രക്ഷയെ തിരസ്കരിച്ച നമുക്കൊരു പാഠം മുമ്പിലുണ്ട്. 2000 വർഷം മുമ്പ് ഈ രക്ഷയെ തിരസ്കരിച്ച ഇസ്രായേൽ ജനം ഇന്ന് അനുഭവിക്കുന്ന ദുരിതം നമ്മുടെ ഒരു കാഴ്ചയിൽ നമുക്ക് കാണാം. അവരിങ്ങനെ ദുരിതപ്പെടേണ്ട ഒരു ജനമല്ല, ഏതു നേരം ബോംബിട്ട് തകർക്കപ്പെടാവുന്ന ഒരു ഭയത്തിൽ കഴിയേണ്ട ജനമല്ല. അവരെക്കുറിച്ച് എങ്ങനെയാണ് വചനം പറയാം? സമാധാനത്തിൻ്റെ രാജാവ് നിങ്ങളുടെ അടുക്കിലേക്ക് വന്നു. ബൈബിളിലെ ഏറ്റവും വേദനാജനകമായ വാക്യമാണ് യോഹന്നാൻ സുവിശേഷം 1 അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, അവർ അവനെ തിരസ്കരിച്ചു. He came to his own people, but they rejected him. ഈ റിജക്ഷനാണ് ഇന്ന് ഇസ്രായേൽ ജനം അനുഭവിക്കുന്ന എല്ലാ ദുരിതത്തിൻ്റെയും അടിസ്ഥാന കാരണം. അവർ ലോകത്തിലെല്ലാ മനുഷ്യരാലും വെറുക്കപ്പെടുന്ന രീതിയിലേക്ക് അവർ വരികയാണ്, അവർ തകർക്കപ്പെടുന്ന രീതിയിലേക്ക് വരികയാണ്.
ഇത് തന്നെയാണ് നമ്മുടെയും പ്രോബ്ലം. നമ്മളും ഈ കൃപാദാനത്തിനെ നമ്മൾ എത്രമാത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ടെന്നുള്ളതാണ്. നമ്മളും ഈ ക്രിസ്തുവിനെ വേണ്ട രീതിയിൽ സാക്ഷ്യം നൽകുന്നില്ല. നമ്മൾ നമ്മുടേതായ രീതിയിൽ ഇങ്ങനെ ജീവിക്കുകയാണ്. അപ്പം ഈ അവസാന കാലഘട്ടങ്ങളിൽ ഈ രക്ഷകനെ ലോകം തിരസ്കരിച്ചിരിക്കുകയാണ്. ഇതാണിന്ന് ലോകം അനുഭവിക്കുന്ന ദുരിതത്തിൻ്റെ കാരണം. അപ്പം നമ്മൾ ഈ രക്ഷയെ പ്രഘോഷിക്കുന്നില്ലെങ്കിൽ ഈ ലോകത്ത് സംഭവിക്കുന്ന ദുരിതങ്ങൾ നമ്മുടെ ഭവനങ്ങളിലും വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇപ്പം തന്നെ നമ്മൾ കുറേ ദുരിതത്തിലൂടെ കടന്നു പോകുന്നത്. ഇനി ലോകത്ത് സംഭവിക്കുന്ന ദുരിതം കൂടി വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ തീർന്നു പോകും. അങ്ങനെ ആ ദുരിതങ്ങളല്ല നമ്മൾ അനുഭവിക്കേണ്ടത്. നമ്മൾക്കൊരു ദുരിതം സ്വർഗം പറഞ്ഞു വച്ചിട്ടുണ്ട്. അത് ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന വഴിയുള്ള ദുരിതങ്ങളാണ്. അത് ക്രിസ്തുവിൻ്റെ സുവിശേഷ പ്രഘോഷത്തിനുള്ള ക്ലേശങ്ങളും കഷ്ടപ്പാടുകളാണ്. അതാണ് നമ്മൾ അനുഭവിക്കേണ്ട ദുരിതം. അതുകൊണ്ട് മറ്റ് ദുരിതങ്ങളൊക്കെ നമ്മളൊന്ന് വിട്ടു പോകണം. മറ്റ് ദുരിതങ്ങൾ നമ്മൾ വരുന്നതിൻ്റെ കാരണം നമ്മൾ സുവിശേഷം പ്രസംഗിക്കാത്തത് കൊണ്ടാണ്. പൗലോസ്ലീഹ പറയും, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഒരു കാലത്തൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നു. ഇപ്പം നമ്മളെന്തൊക്കെയോ നമ്മളെ ഇങ്ങനെ ഈ കൊറോണ കഴിഞ്ഞ് നമ്മളൊന്ന് ഒതുങ്ങിക്കൂടി ഒരു സ്വസ്ഥമായിട്ടിരിക്കുക, എന്തൊക്കെയോ പേടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാം, പ്രാർത്ഥിക്കണം. ഈ ശക്തി നമുക്ക് ആവശ്യമാണ്. നമ്മളെന്നായിരിക്കുന്ന സകല ദുരിതങ്ങൾ നമ്മളെ വിമോചിപ്പിക്കുന്ന ഈ ശക്തിയാണ്. അത് നമുക്ക് ആവശ്യമാണ്. പക്ഷേ ഈ ശക്തി നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ 2 കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കണം. ഒന്ന്, ക്രിസ്തുവിൽ വളരാനുള്ളൊരു തീരുമാനം. 2, ക്രിസ്തുവിനെ പ്രഘോഷിക്കാനുള്ളൊരു തീരുമാനം. ആ തീരുമാനമെടുത്ത് നമുക്കൊന്ന് ദൈവത്തിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം പറയുന്നു. ഞങ്ങൾക്ക് നീ നൽകിയിരിക്കുന്ന സകല കഴിവുകളും സകല സാധ്യതകളും എല്ലാ അധികാരങ്ങളും സ്വാധീനങ്ങളും സമ്പത്തും എല്ലാം ഇനി അവസാന കാലങ്ങളിൽ ഞങ്ങൾ വരുമ്പോൾ ഏതാനും നാളുകളെ ഉള്ളൂ കർത്താവേ. ആ നാളുകളിൽ യേശുവിൻ്റെ സുവിശേഷം ലോകം മുഴുവൻ പ്രഘോഷിക്കണം. യേശു ക്രിസ്തുവിൽ വ്യക്തമാക്കിയ ഈ നിത്യതയുടെ സുവിശേഷം എല്ലാ ജനങ്ങളിലേക്കും ജാതികളിലേക്കും ഭാഷകളിലേക്കും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അതിനായി എന്നെ തന്നെ നീ ഒരുക്കണമേ, എന്നെ സജ്ജമാക്കണമേ. ഇത് എന്നെ തന്നെ സമർപ്പിക്കുന്ന കർത്താവേ, ഞാനതിന് തയ്യാറാണ്. അതിൻ്റെ വാഗ്ദാനമായ ആ പ്രവൃത്തി ചെയ്യുവാൻ വേണ്ടി എനിക്ക് ഉന്നതത്തിൽ നിന്ന് ശക്തി വേണം. ഉന്നതത്തിൽ നിന്ന് ശക്തി ലഭിക്കും. അത് വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മ വരുമ്പോൾ നിങ്ങൾ എനിക്ക് സാക്ഷികളാകും. ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായി മാറും. യേശുവേ, നന്ദി പറയുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന കർത്താവേ, നിന്നെ ഏറ്റുപറയുന്നതിൽ നിന്നെ പ്രഘോഷിക്കുന്നതിൽ ഒത്തിരി വീഴ്ച വന്നുപോയി. പലയിടത്തും ഞങ്ങൾക്ക് ഭയമാണ്. ലോകം ഞങ്ങളെ ഭയപ്പെടുത്തുമ്പോൾ ഞങ്ങൾ ഭയന്നുള്ളിലേക്ക് പോയി എന്നുള്ള സത്യമാണ്. അതുകൊണ്ട് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ധൈര്യത്തിൻ്റെ ആത്മാവിനെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ സകല ഭയങ്ങൾ ഞങ്ങൾ എടുത്ത് മാറ്റണമേ. ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ, ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരാകുവാൻ, ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയും കൃപയും ജ്ഞാനവും അഭിഷേകം തരണമേ. ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ തയ്യാറാണ്. പരിശുദ്ധ അമ്മ മാതാവേ, എത്ര ധൈര്യത്തോടെയാണ് നീ ക്രിസ്തുവിന് സാക്ഷ്യം നൽകിയത്. നീ ഫിയാത്ത് എന്ന് പറയുന്ന ആ ദൈവഹിതത്തിന് രക്ഷകനെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ നീ സമ്മതം മൂളിയ മുതൽ കാൽവരി മലയിൽ കുരിശിന് ചൂട്ടിൽ നിൽക്കുമ്പോഴും സെഹ്യോൻ മാളികയിൽ നിന്റെ സ്ത്രീഹന്മാർക്ക് വേണ്ടി പ്രാർത്ഥനാപൂർവ്വം പരിശുദ്ധാത്മാനെ വാങ്ങിച്ചു കൊടുക്കുമ്പോഴും നീ തീക്ഷ്ണമതിയായിരുന്നു. ആ തീക്ഷ്ണതയൊരംശം ഞങ്ങൾക്ക് നൽകണമേ. ക്രിസ്തുവിനെ പ്രതി ലോകത്തിന് സുവിശേഷം പങ്കുവയ്ക്കുവാൻ, ക്രിസ്തുവിനെ പങ്കുവയ്ക്കാൻ ഞങ്ങൾക്ക് ധൈര്യവും കൃപയും നിന്റെ മാധ്യസ്ഥം വഴി ലഭിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാം. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷയുള്ളമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അപ്പോൾ അത്ഭുതകരമായൊരു കൃപ അഭിഷേകം ഈ പെന്തക്കോസ്ത് തിരുനാളിന് സ്വന്തമാക്കണം. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ഈ ശക്തി വരുമ്പോഴാണ് നമ്മുടെ കുറവുകളും പ്രശ്നങ്ങളൊക്കെ മാറുന്നത്. ഇന്ന് ഈ ആഴ്ചയിൽ ബർത്ത്ഡേ വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ ആഴ്ചയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിലുള്ളവർക്ക് നിൽക്കാം, കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാം. വെഡ്ഡിങ് ആനിവേഴ്സറിക്കാരെങ്കിലും ഉണ്ടോ? അവർക്ക് എഴുന്നേറ്റ് നിൽക്കാം കേട്ടോ. നമുക്ക് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുത്തൻ അഭിഷേകം വരദാന ഫലങ്ങളാൽ ഈ മക്കൾ നിറയുവാൻ ഈശോയെ നിൻ്റെ സന്നിധിയിലേക്ക് ഒരു ഉയർത്തുന്നു. ഞങ്ങളൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിൻ്റെ ഏറ്റവും പ്രമുഖമായ ദൗത്യം ദൈവത്തിന് സാക്ഷ്യം നൽകുക എന്നുള്ള.
അതിനുവേണ്ട കൃപാവരദാനങ്ങൾ മക്കളെ നിറയ്ക്കുകയും ഒപ്പം ഇവരുടെ വ്യക്തിപരമായ എല്ലാ കുറവുകളിലേക്കും പരിമിതികളിലേക്കും എൻ്റെ ആത്മാവിന് ശക്തി അയച്ചവരെ ശക്തിപ്പെടുത്തണേ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ സ്തുതി, ആരാധന. അഭിഷേകം ചെയ്യണമേ, കൃപയാൽ അലങ്കരിക്കണമേ, ശക്തിപ്പെടുത്തണമേ. ഇവരുടെ ബലഹീനതകളും കുറവുകളും വൈകല്യങ്ങളും എല്ലാം നിൻ്റെ ആത്മശക്തിയാൽ നിറയപ്പെടട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. പരിശുദ്ധ അമലോത്ഭ ഹൃദയം വഴി പ്രാർത്ഥന ഞങ്ങൾ സമർപ്പിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഓൾ റൈറ്റ്.